ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഹരി. ഭാഗ്യം ചെയ്ത ഭാഗവതപ്രിയരെ, പരമപവിത്രമായ നൈമിശാരണ്യമെന്ന ഭാഗവത ഭൂമിയിൽ ഒരല്പനേരം ശ്രീമദ് ഭാഗവതത്തിലെ വക്തൃ ശ്രോതൃ സങ്കല്പങ്ങളുടെ ഉദാത്തമായ ആന്തരിക ദർശനങ്ങളെ നമുക്ക് വ്യക്തമാക്കുന്ന മഹാഭാരതമെന്ന ഇതിഹാസത്തിൻ്റെ ചരടിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും വിശേഷപ്പെട്ട രണ്ട് സന്ദർഭങ്ങളെക്കുറിച്ച് ഒന്ന് മനനം ചെയ്യുക. മനനം ചെയ്തതെന്തോ അത് ഭഗവത് കൃപയാൽ വാക്കായി ഉണരാൻ പ്രാർത്ഥിച്ച് പറയാനായി ശ്രമിക്കുക. അതുമാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. മഹാഭാരതമെന്ന ഇതിഹാസം ആരുടെ കഥയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇതിഹാസത്തെ സമീപിച്ചവർക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും. അത് കുരുവംശത്തിൻ്റെ കഥയാണ്, അർജുനൻ്റെ കഥയാണ്, അല്ലെങ്കിൽ യുധിഷ്ഠിരൻ്റെ കഥയാണ്, കുന്തിയുടെ കഥയാണ്, കർണൻ്റെ കഥയാണ്, ഭീഷ്മരുടെ കഥയാണ്. മഹാഭാരതത്തിൽ ഉള്ള ഓരോ കഥാപാത്രങ്ങളുടെയും കഥയായി അതിനെ വ്യാഖ്യാനിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന വിധത്തിൽ തന്നെയാണ് മഹാപ്രഭാവശാലിയായിരിക്കുന്ന സാക്ഷാൽ വേദവ്യാസൻ ആ വാങ്മയ ചരിത്രത്തെ രചിച്ചിരിക്കുന്നത്. ഭാഗവതം ആരുടെ കഥയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? ഭഗവാന്റെ കഥയാണ്. ഭാഗവതം ഭഗവാന്റെ കഥയായിരിക്കെ പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമാണെന്നിരിക്കെ അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഇതിഹാസമാകുന്ന മഹാഭാരതത്തിലെ കഥാസന്ദർഭങ്ങളുടെ പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും എന്താണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്തായാലും നൈമിശാരണ്യ സത്രവേദിയിൽ വന്ന് പ്രഭാഷണ പരമ്പരകളെ കേട്ട് പരിചയമുള്ള എല്ലാവർക്കും കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ ശ്ലോകങ്ങളിലൂടെയും കടന്നു പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇവിടെ പ്രഭാഷണ വിഷയമായി പറഞ്ഞ വാചകം കുന്തി ഹൃദയവും ഭീഷ്മ പ്രഭാവവുമാണ്.
അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്തുതികളെയും താരതമ്യം ചെയ്യേണ്ടത് ഒരാവശ്യകതയാണ്. രണ്ട് സ്തുതികളെയും താരതമ്യം ചെയ്യണമെങ്കിൽ ഈ രണ്ട് സ്തുതികൾ ഏതൊക്കെ സന്ദർഭത്തിലാണ് വിവരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മഹാഭാരത ധർമ്മ ചിന്തകളെ നമുക്ക് പകർന്നു തരിക എന്നതല്ല ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. മഹാഭാരതം ശാന്തരസപ്രധാനമായ ഒരു ഇതിഹാസമാണ്. ചരിത്രം, സാഹിത്യം, ദർശനങ്ങൾ, തത്വചിന്തകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ളതായ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ നേരിയ സ്പന്ദനങ്ങളെപ്പോലും തൊട്ടുണർത്തിക്കൊണ്ട് കടന്നു പോകുന്നു അതിലെ കഥകൾ, വിവരണങ്ങൾ, വർണ്ണനകൾ ഒക്കെ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ആദ്യത്തെ ശ്ലോകത്തിലെ ആ പ്രാർത്ഥന, സത്യം പരം ധീമഹി, സത്യമായ പരത്തെ ധ്യാനിക്കുക, ആ സത്യമായ പരത്തെ അനുഭവിക്കുക. ഇതാണ് ഭാഗവതത്തിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്. മറ്റൊന്നും ലഭിക്കാനില്ല. മറ്റുള്ളതൊക്കെ ലഭിക്കാൻ ഇവിടെ അനവധി ഉപായങ്ങൾ വേറെയുണ്ട്. പക്ഷെ സത്യമായ പരത്തെ ലഭിക്കണമെങ്കിൽ ഈ ഭാഗവതത്തിനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിച്ചത്. ഇതിഹാസകാരനായ വേദവ്യാസൻ പോലും മനഃശാന്തിക്ക് വേണ്ടി നാരദ മഹർഷിയിൽ നിന്ന് സ്വീകരിച്ചതാണ് ഈ ഭാഗവത ധർമ്മത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ നാരദ മഹർഷിയും തൻ്റെ മനസ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളുടെ സാരത്തെ കടഞ്ഞെടുക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവിനോട് ചോദിച്ച് ബ്രഹ്മാവിൽ നിന്നും നേടിയെടുത്തതാണ് ഈ ഭാഗവതോപാസന. ബ്രഹ്മാവ് സ്വയം ഭഗവാനിൽ നിന്ന് നേടിയെടുത്തത്. ഇങ്ങനെ ഭാഗവതത്തിൻ്റെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു. ഈ ഭാഗവതം വ്യാസപുത്രനായ ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്തിൻ്റെ ജന്മം പറയേണ്ടി വന്നു. പരീക്ഷത്തിൻ്റെ ജന്മം പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ശ്രോതാവ് ഭാഗവത ശ്രവണത്തിന് യോഗ്യനാവുന്ന ജീവിതഘട്ടങ്ങളെ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭാഗവതം കേൾക്കാൻ ആരാണ് യോഗ്യൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദവ്യാസൻ അതിനുത്തരം മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലെ ദർശനങ്ങളെക്കുറിച്ചോ തത്വശാസ്ത്രങ്ങളെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും യാതൊരു തരത്തിലുമുള്ളതായ അറിവുമില്ലാത്ത, അവനവൻ്റെ ജീവിതം എന്തിനാണ് എന്നും എങ്ങനെയാണെന്നും വേർതിരിച്ചറിയാത്ത, അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് മനസ്സിനെ ഒരിക്കൽ പോലും നയിക്കാത്ത സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ, അവർക്കാണ് യഥാർത്ഥത്തിൽ ഏറ്റവും എളുപ്പം ഭഗവാനെ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നത് ഭക്തിയോഗത്തിലൂടെ എന്നാണ് വ്യാസൻ പറഞ്ഞത്. അപ്പോൾ ഭാഗവതം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ശ്രവണത്തിന് യോഗ്യനായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ജന്മം പറഞ്ഞത് മഹാഭാരതമെന്ന ആ ഇതിഹാസത്തിലെ അവസാന രംഗമായി യുദ്ധഭൂമിയിൽ സ്വന്തം മക്കളെല്ലാം മരിച്ച് അതിൻ്റെ ദുഃഖത്തിൽ മാറത്തടിച്ച് നിലവിളിച്ചതായ ദ്രൗപദിയുടെ അരികത്തേക്ക് മക്കളെ വധിച്ചവനായ ശിശുപാലൻ ആ അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് വധിക്കാനായി തുടങ്ങിയ സമയത്ത് ആതതായിയായിരിക്കുന്ന, ആയുധം ധരിച്ച് കോപത്തോടുകൂടി പ്രതികാര ബുദ്ധിയോടുകൂടി പടകുടീരത്തെ തീവെച്ച അവസാനത്തെ വംശബീജത്തെയും നശിപ്പിക്കാൻ ഒരുങ്ങിയ ആ അശ്വത്ഥാമാവിനെയാണ് പിടിച്ചുകെട്ടി ഭർത്താക്കന്മാർ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ഇദ്ദേഹം ഗുരുപുത്രനാണ്, ഒരിക്കലും വധാർഹനല്ല, വധാർഹനാണെങ്കിൽ കൂടിയും വധിക്കാൻ പാടില്ല എന്ന ദ്രൗപദിയുടെ വാക്കുകളെയും കൃഷ്ണൻ്റെ വാക്കുകളെയും അനുസരിച്ചുകൊണ്ട് ആ അശ്വത്ഥാമാവിൻ്റെ ചൂടാരത്നം പറിച്ചെടുത്ത് യാത്രയാക്കി. കോപകാലനെപ്പോലെ അശ്വത്ഥാമാവ് ഇപ്പോഴും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു രംഗം വർണ്ണിച്ചുകൊണ്ടാണ് അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രത്തിൻ്റെ ഉഗ്രമായ തേജസ് ഉത്തരയുടെ ഗർഭപാത്രത്തിനുള്ളിലെ അവസാന ബീജത്തെയും തപിപ്പിച്ചുകൊണ്ട് നശിപ്പിക്കാനായി ഒരുങ്ങിയ സമയത്ത് കൃഷ്ണനല്ലാതെ മറ്റാരും ആശ്രയമില്ല എന്ന ഭാവത്തിൽ ആ കൃഷ്ണനെ ശരണം പ്രാപിച്ച ഉത്തര എന്ന അമ്മയെ നമ്മളവിടെ കാണുന്നു. എനിക്കെന്ത് വന്നാലും വേണ്ടില്ല, എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന
ഈ കുഞ്ഞിനെ പരിരക്ഷിച്ചാലുമെന്ന പ്രാർത്ഥനയോടുകൂടി അവിടെ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ആ ഉത്തരയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് അണുരൂപമായി പ്രവേശിച്ച സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കൗമോദകി എന്ന ഗദ ചുഴറ്റിക്കൊണ്ട് ആ കുഞ്ഞിന് കാവൽ നിന്നു, ഗർഭസ്ഥ ബീജത്തിന് കാവൽ നിന്നു, അതിനു ചുറ്റും പ്രദക്ഷിണം ചെയ്തു. ഭഗവത് തേജസ് 9 മാസവും പിന്നീട് കുറച്ച് ദിവസങ്ങളും ആയപ്പോഴാണ് പ്രസൂനവായുവിലൂടെ എപ്പോഴാണോ കുഞ്ഞ് സുരക്ഷിതനായി പുറത്തേക്ക് വന്നത് അന്നാണ് ഭഗവാൻ തേജോമയമായ കുഞ്ഞിനോടൊപ്പം പുറത്തേക്ക് വന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ പാണ്ഡവരെ ബാധിച്ച ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്, അതിനെ ഭഗവാൻ തൻ്റെ സുദർശന തേജസ്സിനാൽ സംഹരിച്ചു. എല്ലാം വിസ്മയത്തോടുകൂടി മനസ്സിലാക്കിയതായി കുന്തിദേവി ഇത്രയും കാലം തൻ്റെ അരികത്ത് തൻ്റെ ബന്ധുവെന്നും അർജുനൻ്റെ സമപ്രായക്കാരനെന്നും അർജുന സഖാവെന്നും ഒക്കെ ധരിച്ച് ഒരുമിച്ച് കളിച്ച് വളർന്നതായ തൻ്റെ മക്കളെപ്പോലെ തന്നെ കണ്ടിരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭഗവത് പാദങ്ങളെ ആശ്രയിക്കുന്ന കുന്തിദേവിയെയാണ് നമ്മൾ കാണുന്നത്. കുന്തി സ്തുതി അവിടെയാണ് ആരംഭിക്കുന്നത്. അപ്പം ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച 2 അമ്മമാരെയാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അമ്മയാവുന്നതിന് മുമ്പ് ഉദരത്തിൽ ആ ബീജം വന്നു ചേർന്നു അമ്മയാകാൻ കൊതിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഉത്തരയുടെ ശരണാഗതി. രണ്ടാമത്തേത്, അമ്മയായതിന് ശേഷം ജീവിതത്തിൽ 5 വീരന്മാരും ബലവാന്മാരും ഒക്കെ ആയിട്ടുള്ള ആ മക്കളുടെ അമ്മയായിട്ടുകൂടി അനുനിമിഷം അനവധി തരത്തിലുള്ളതായ ദുഃഖങ്ങളിലൂടെ സങ്കടക്കടലിൽ നീന്തി നീന്തി കരകാണാതെ ഉഴറിയപ്പോഴെല്ലാം തന്നെ രക്ഷിച്ചത് ഈ ഭഗവാനാണല്ലോ എന്ന തിരിച്ചറിവോടുകൂടി കൃഷ്ണനെ പരമപുരുഷനായി കണ്ടാശ്രയിക്കുന്ന കുന്തിദേവിയെ നമ്മൾ കാണുന്നു. കുന്തിദേവി അവിടെ പ്രാർത്ഥിക്കുന്ന ആ വാക്കുകളിൽ ആദ്യത്തെ ശ്ലോകങ്ങളിൽ യോഗീശ്വരന്മാർക്ക് പോലും അറിയാത്ത ഗതിയോടുകൂടിയ ഭഗവാനെയാണ് നമുക്ക് വർണ്ണിച്ച് കേൾപ്പിച്ചു തരുന്നത്. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയഃ. എന്നെപ്പോലെയുള്ളതായ സാധാരണക്കാരായ സ്ത്രീകൾ എങ്ങനെയാണ് അങ്ങയുടെ പ്രഭാവത്തെ മനസ്സിലാക്കുക എന്നാണ് കുന്തിദേവി ചോദിക്കുന്നത്. എങ്ങനെയുള്ള ഭഗവാനെ? ആദ്യപുരുഷനായിരിക്കുന്ന ഭഗവാൻ. പുരേ ശയതി യഹ സഹ പുരുഷഃ. പുരത്തിൽ ശയിക്കുന്നവനാരും അവനാണ് പുരുഷൻ. അതേപോലെ തന്നെ പുരുഷ ശബ്ദത്തിന് പൂർണ്ണസ്വരൂപത്തോടു കൂടിയത് എന്നുകൂടി അർത്ഥമുണ്ട്. എപ്പോഴും പൂർണ്ണമായിരിക്കുന്നത്, പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പ്രകൃതിയിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന പ്രകൃതയെ പരം, ഒരു മാധ്യമങ്ങളാലും കണ്ടെത്താൻ കഴിയാത്ത സർവഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തുമായി വ്യാപിച്ചിരിക്കുന്ന മായയാകുന്ന യവനികയ്ക്കുള്ളിൽ, ആ യവനിക ഉയർന്നു കഴിഞ്ഞാൽ യാതൊന്നാണോ ജീവന്മാരായി നടനമാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതായ വേഷം കെട്ടലുകളാൽ യഥാർത്ഥമായിരിക്കുന്ന സ്വരൂപത്തെ മറച്ചിരിക്കുന്നവനായ അങ്ങയെ എല്ലാ തരത്തിലുമുള്ളതായ ജ്ഞാനമാർഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന യോഗീശ്വരന്മാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പം പിന്നെ എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കുന്തിദേവി ചോദിച്ചത്. മേൽപ്പത്തൂര് കണ്ട കാഴ്ച തന്നെയാണിത്. ഗുരുവായൂരപ്പൻ്റെ നടക്കിരുന്ന് അകത്തേക്ക് നോക്കിക്കൊണ്ട് കൃഷ്ണനാട്ടം കാണാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ മറ്റുള്ളവരൊക്കെ എന്താ പട്ടേരി ആട്ടം കാണാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പട്ടേരി പറഞ്ഞു, ഞാൻ അതിനേക്കാളും വലിയ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അതേതാട്ടമാണ് പട്ടേരി കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ പട്ടേരി പറഞ്ഞ ആ വരികൾ, യകൃത്വാ വിശ്വരംഗം രജനിയവനികം പ്രോജ്വലത് ഭാനുദീപം ശശ്വത് സന്തുഷ്ട സംപ്രേക്ഷകം അഖില ജഗത് ഭ്രാന്തി നാട്യം വിതത്യ കർമ്മൗഘോച്ചണ്ഡ മാർദ്ദംഗികലയ വശകാൻ വാസനാ ഗാനസക്താൻ ജീവച്ഛാത്രാൻ മുകുന്ദ സ്വയമഭിരമത്തെ ക്രീഡയൻ സോസ്തു ഭൂത്യൈ. രാത്രിയാകുന്ന കർട്ടൻ ഉയർത്തി സൂര്യനാകുന്ന കളിവിളക്ക് തെളിയിച്ച് ജീവന്മാരാകുന്നതായ ആ നമ്മളെപ്പോലെയുള്ളതായ ജീവന്മാരാകുന്ന നടന്മാരെ കൊണ്ട്
നമ്മുടെയൊക്കെ വാസനകളാകുന്ന ഗാനങ്ങളെ കൊണ്ടും നമ്മുടെ കർമ്മങ്ങളാകുന്ന മൃദംഗധ്വനികളെ കൊണ്ടും ആട്ടമാടിച്ച് ആ ആട്ടത്തെ സ്വയം കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുന്നതായ ഗുരുവായൂരപ്പൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. അതൊരൊറ്റ ശ്ലോകമാണ്. ആ ശ്ലോകം യഥാർത്ഥത്തിൽ കുന്തിദേവിയുടെ ഈ പ്രാർത്ഥനയുടെ, ഈ സ്തുതിയുടെ ആദ്യ ശ്ലോകങ്ങളുടെ സാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളതായ ഭഗവാനെ അറിയാൻ ആകെ കൂടിയുള്ള വഴി എന്താ? ഭക്തിയോഗമാണ്. പക്ഷേ ആ ഭക്തിയോഗത്തിനുള്ള ബുദ്ധിയും എന്നെപ്പോലെയുള്ള സ്ത്രീകൾക്കില്ല. എന്താ കാരണം? ഞാൻ എപ്പോഴും എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മക്കളെക്കുറിച്ചാണ്, അവരനുഭവിക്കുന്ന ദുഃഖത്തെക്കുറിച്ചാണ്. ഒരമ്മമാരും സ്വന്തം ദുഃഖത്തെക്കുറിച്ച് ഒരിക്കലും വേവലാതിപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഉത്തരയും അവനവൻ്റെ ദുഃഖത്തെക്കുറിച്ചല്ല വേവലാതിപ്പെട്ടത്, തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ആയിരുന്നു ആവലാതി. കുന്തിദേവിയുടെയും ആവലാതി അതുതന്നെയാണ്. ഈ ആവലാതികൾക്കിടയിൽ എപ്പോഴാണ്, എങ്ങനെയാണ് ഭക്തിയോഗം മുതലായിരിക്കുന്ന മാർഗത്തെക്കുറിച്ച് ചിന്തിച്ച് അതിലൂടെ ഭഗവാനെ ആശ്രയിക്കുവാനുള്ളതായ ബുദ്ധി എന്നെപ്പോലെയുള്ളവർക്ക് തെളിയുക? ഈ ഒരു കുന്തിദേവിയുടെ സ്വയം വിമർശനാത്മകമായിരിക്കുന്നതായ ഭാവമാണ് സ്തുതിയുടെ ആദ്യഘട്ടം. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ ഇങ്ങനെയൊക്കെ നിഗൂഢമായിരിക്കുന്നതായ ഭാവത്തോടുകൂടിയ ഭഗവാനെ പക്ഷേ ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നു? എന്നെപ്പോലെയുള്ളവർക്ക് അറിയാൻ കഴിയുന്നത് എങ്ങനെയാ? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. സാക്ഷാൽ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനായിട്ടുള്ള ഭഗവാൻ, ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായിട്ടുള്ള ഭഗവാൻ, ഗോക്കളുടെയും പശുക്കളുടെയും ബ്രാഹ്മണനുടെയും ഇന്ദ്രനായിട്ടുള്ള ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. എന്നെപ്പോലെയുള്ള ആളുകൾക്ക് എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ ആ ഈശ്വരനെക്കുറിച്ച് പറയാനുള്ള വിശേഷണങ്ങളാണിതൊക്കെ. നമുക്കൊക്കെ, നമ്മളോടൊക്കെ ഈശ്വരന് രൂപമുണ്ടോ നാമമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? നമ്മളൊക്കെ വളരെ ബുദ്ധിയുള്ള ആളുകളാണ്, വളരെയധികം പഠിക്കുന്ന ആളുകളാണ്, വളരെയധികം ശാസ്ത്രങ്ങൾ അറിയുന്നവരാണ്, ഭാഗവതം വായിക്കുന്നവരാണ്, പുരാണങ്ങൾ വായിക്കുന്നവരാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട്, കുട്ടിക്കാലം മുതലേ അനവധി തരത്തിലുള്ള അറിവുകൾ നേടിയവരാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് ഈശ്വരന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഉച്ചത്തിൽ പറയും ഇല്ല എന്ന് പറയും. അല്ലേ അല്ലേ? എന്താ തിരിച്ചു വല്ല അഭിപ്രായമുള്ളവരും ഉണ്ടോ? കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ പോലും ഈശ്വരന് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ അബദ്ധം പറഞ്ഞു എന്ന പോലെയാണ്. പക്ഷേ കുന്തിദേവിക്ക് അത് അബദ്ധമല്ല. കുന്തിദേവി പറഞ്ഞത് ഈശ്വരന് രൂപമുണ്ട്. എങ്ങനെയാണ് ഈശ്വരൻ? നമ്മളെപ്പോലെ ഈശ്വരന് രൂപമില്ല എന്നോ നിർഗുണനെന്നോ ഒന്നും പറയാൻ കുന്തിദേവി തയ്യാറല്ല. കുന്തിദേവി പറഞ്ഞത് യശോദയുടെ മകനായത്, നന്ദഗോപ യശോദ പുത്രനായി ലീലകളാടിയത്, അതേപോലെ തന്നെ ദേവകി വസുദേവപുത്രനായി അങ്ങനെ അനവധി തരത്തിലുള്ളതായ ലീലകളിലൂടെ ബന്ധുജനങ്ങളെയും സുഹൃജ്ജനങ്ങളെയും പരിരക്ഷിച്ചത്, ഗോക്കളെയും പശുക്കളെയും ബ്രാഹ്മണരെയും വേദമാർഗത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശാസ്ത്രങ്ങളെയും ഒക്കെ പരിരക്ഷിച്ചത് ഏതൊരു ഭഗവാനാണോ അങ്ങനെയുള്ളതായ ഭഗവാൻ, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്ന് നിസ്സംശയം കുന്തിദേവിക്ക് പറയാൻ കഴിയുന്നു. ഇത് ഭക്തിയോഗമാണോ എന്ന് എനിക്കറിയില്ല എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം എന്താ? നല്ല താമരപ്പൂ മാലയണിഞ്ഞവൻ, താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ളവൻ, നമപങ്കജനാഭായ നമപങ്കജമാലിനെ, താമരപ്പൂ പോലെയുള്ള സുന്ദരമായ നാഭിയോടുകൂടിയവൻ, നമപങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രേ, അങ്ങനെയൊക്കെയുള്ള താമരപ്പൂ പോലെ മൃദുലമായിരിക്കുന്ന ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഇതാ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു, എനിക്ക് ഇത്രയേ അറിയൂ എന്നാണ് പറഞ്ഞത്. ലോകത്തിലെ എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് ഏതെങ്കിലും അമ്മമാർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ അമ്മമാരുടെ കർത്തവ്യങ്ങളിൽ നിന്ന് എന്തിൽ നിന്നൊക്കെയോ വ്യതിചലിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അമ്മയായിരിക്കുമ്പോൾ ആകെ കൂടി ചെയ്യാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ, ഇതാ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു. ഈ ലളിതമായിരിക്കുന്ന ഭാവം തന്നെയാണ് ഭക്തി എന്ന് അടുത്ത സ്തുതിയിലെ ശ്ലോകങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. എന്താണ് കുന്തിദേവിയുടെ മനസ്സ്, കുന്തിദേവിയുടെ ഹൃദയം എങ്ങനെയാണ് ഭഗവാനോട് സംവദിച്ചത്? ഈ സംവാദം എന്ന് പറയുന്നത്, ഈ സ്തുതി എന്ന് പറയുന്നത് അവിടെ മറ്റാരെങ്കിലും കേട്ടിരിക്കാൻ വഴിയില്ല. അത് സ്തുതിയുടെ അവസാനം നമുക്ക് മനസ്സിലാവും. കുന്തിദേവി സ്തുതിച്ച ഈ സ്തുതി ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലെ സ്തുതികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സ്തുതികളൊക്കെ ഇത്രയും വിസ്തരിച്ച് വർണ്ണിക്കുന്നത് ആരാണ്?
നൈമിശാരണ്യത്തിലെ സൂതശൗനക സംവാദ രൂപത്തിലാണല്ലോ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്തുതി വർണ്ണിച്ചതാരാണ്? സൂതനാണ് വർണ്ണിക്കുന്നത്. ശൗനകൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ കഥയ്ക്കിടയിൽ ഇന്നയാൾ ഭഗവാനെ സ്തുതിച്ചു, ഇങ്ങനെയാണ് സ്തുതിച്ചത്. സ്തുതി വളരെ വ്യക്തമായി കൃത്യമായ വാക്കുകളോടുകൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. മന്ത്രതുല്യമായി നാം ഈ സ്തുതികളെ പ്രകീർത്തിക്കാറുമുണ്ട്. അങ്ങനെ സൂതൻ പറഞ്ഞതായ ഈ കഥയോ യഥാർത്ഥത്തിൽ ആര് പറഞ്ഞതാ? പരീക്ഷത്തിന് ശ്രീശുകൻ പറഞ്ഞു കൊടുത്തതാണ്. ഇനി 2-ാമത്തെ സ്കന്ധം മുതലുള്ളതായ ചരിത്രങ്ങളിൽ നമ്മൾ കാണുക. ഇവിടെ ഈ മഹത്തരമായിരിക്കുന്ന സ്തുതിയാകട്ടെ മഹാഭാരതത്തിലും കാണാൻ സാധിക്കും. മഹാഭാരതത്തിൽ കുന്തിദേവി സ്തുതിക്കുന്നത് വളരെ കുറച്ച് ശ്ലോകങ്ങളെ കൊണ്ടാണെങ്കിലും അവിടെ വളരെ മനോഹരമായിരിക്കുന്നതായ പദാവലികളിലൂടെ ഈ ആശയങ്ങളെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇതേ സന്ദർഭം തന്നെയാണ്, ഒട്ടും മാറ്റമില്ല. അവിടെ ആവുമ്പോൾ വ്യാസൻ നേരിട്ട് പറയുന്ന രീതിയിലും വൈശമ്പായനൻ പറയുന്ന രീതിയിലും ഒക്കെ മഹാഭാരത കഥകൾ ലോകത്ത് വ്യാപരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സ്തുതികൾ യഥാർത്ഥത്തിൽ ഭഗവാനോട് നേരിട്ട് ഭക്തൻ നടത്തിയതാണ്. അപ്പോൾ അത് കേട്ടിരിക്കാൻ വഴി ഭഗവാൻ മാത്രമാണ്. ഭഗവാൻ മാത്രം കേട്ടതായ സ്തുതി എങ്ങനെയാണിപ്പോൾ ആ സ്തുതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സ്തുതിയെ നമ്മൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും അത്ഭുതത്തോടുകൂടി നമ്മൾ അവസാനം തിരിച്ചറിയാൻ പോകുന്നത്. ഈ പ്രഭാഷണത്തിൻ്റെ അവസാനം അതിൻ്റെ ശരിയായിരിക്കുന്നതായ അർത്ഥം നമുക്ക് ബോധ്യപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും യഥാഹൃഷീകേശ ഖലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർ വിപദ്ഗണാൻ. കംസൻ ദേവകിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചിടച്ച് കൊണ്ടുവന്ന് വധിക്കാനായിട്ടൊരുങ്ങി. അതിനുശേഷം നടന്നതെന്താ? ഘോരമായിരിക്കുന്ന കാരാകാരവാസം. ഓരോ കുട്ടികളെയും വധിച്ചു. അങ്ങനെ 7-ാമത്തെ കുട്ടിയെ കാണാതായി. 8-ാമത്തെ കുട്ടിയെ വധിക്കാനായിട്ട് കിട്ടിയില്ല. കിട്ടിയതൊരു പെൺകുട്ടിയെയാണ്. ഇതിനിടയിലൊക്കെ ദേവകിയും വസുദേവരും അനുഭവിച്ചതോ ഉഗ്രമായിരിക്കുന്നതായ ദുഃഖാകാരമാണ്. അങ്ങനെയുള്ള ദുഃഖാകാരത്തിൽ നിന്ന് ഭഗവാൻ സ്വന്തം അമ്മയെയും അച്ഛനെയും സ്വതന്ത്രമാക്കി. എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ സ്വതന്ത്രമാക്കിയത് അല്ലേ? ഭഗവാൻ ജനിച്ചു, എന്നിട്ടോ ഭഗവാൻ യശോദയുടെയും നന്ദഗോപരുടെയും ഗൃഹത്തിൽ വളർന്ന് എത്രയോ കാലം കഴിഞ്ഞ് മധുരയിലേക്ക് വന്നിട്ടാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും ഇങ്ങനെ ദുഷ്ടനായിരിക്കുന്ന കംസനിൽ നിന്ന് സ്വതന്ത്രരാക്കിയത്. പക്ഷേ എനിക്കോ ഭഗവാൻ തന്നത് എത്രയോ മഹത്തരമായിരിക്കുന്നതായ കൈവല്യത്തെയാണ്. എങ്ങനെയാ? എപ്പോഴൊക്കെയാണോ, ഏതൊക്കെ തരത്തിലാണോ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടായത്, ആ ദുഃഖങ്ങളുണ്ടായ സമയത്തൊക്കെ ഭഗവാൻ വന്നു. എങ്ങനെ വന്നു? അത് ഓരോന്നോരോന്നായിട്ട് വ്യക്തമായിട്ട് പറയുകയാണ്. വിഷാൻ മഹാഗ്നേ പുരുഷാദർശനാദ് അസത്സഭായ വനവാസ കൃച്ഛ്രതാ മൃധേ മൃധേനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മകരേഭിരക്ഷിതാഃ. ഭീമസേനൻ കുട്ടിക്കാലത്ത് ബാലലീലയായിട്ട് കൗരവരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേയുണ്ട് വൈരം. ഈ പാണ്ഡവരെ തങ്ങളുടെ രാജ്യം തട്ടിയെടുക്കുമോ എന്നതായ വൈരഭാവത്തോടുകൂടി ശകുനിയുടെ പ്രേരണയാൽ ദുര്യോധനാദികൾ ഭീമസേന് വിഷം കൊടുത്ത് കൊല്ലാൻ തുടങ്ങിയ സമയത്ത് അന്നും ഭഗവാൻ ഞങ്ങളെ വന്ന് കാണുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഹസ്തിനപുരത്തിലേക്ക് കുന്തിദേവി സ്വന്തം മക്കളോടൊപ്പം തിരിച്ചു വന്നതിന് ശേഷം വിതുരമഹാസേനും ഭീഷ്മരും ദ്രോണാചാര്യരും ഒക്കെ വേണ്ട വിധത്തിൽ അവരെ പരിപാലിക്കണമെന്നുള്ളതായ ആ ധർമ്മോപദേശത്തെ ധൃതരാഷ്ട്രർക്ക് കൊടുത്ത ആ കാലഘട്ടത്തിൽ കുട്ടിക്കാലം മുതലേ കളിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ദുര്യോധനാദികൾക്ക് തോന്നിയ വൈരത്തിൻ്റെ ഭാവത്തിൽ ഭീമസേന് വിഷം കൊടുത്ത് ആ അഗാധമായിരിക്കുന്ന തടാകത്തിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളിയിട്ട് പിന്നീട് നാഗകന്യമാരുടെ അനുഗ്രഹത്താൽ ഭീമസേനൻ തിരിച്ചു വന്ന കാലഘട്ടത്തിൽ ആ സമയത്താണ് ആദ്യമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ബന്ധുജനങ്ങളുടെ വിശേഷം അന്വേഷിക്കുന്നതിന് വേണ്ടി ഹസ്തിനപുരത്തിലേക്ക് എത്തിയത് എന്ന് മഹാഭാരതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അന്നു മുതലേ ആദ്യത്തെ ആ അനുഭവം അന്ന് തൊട്ടേ ഭഗവാനെ കണ്ടു തുടങ്ങി. പിന്നീട് എപ്പോഴൊക്കെ കണ്ടു, എപ്പോഴൊക്കെ ആപത്ത് വന്നുവോ അപ്പോഴൊക്കെ കണ്ടു. സഭയിൽ വെച്ച് കള്ളച്ചൂത് കളിച്ച സമയത്ത് ആ കള്ളച്ചൂതിനാൽ എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ അന്നും യാതൊരു സംശയവുമില്ലാതെ ഞങ്ങളെ പിന്തുടരുകയും ഞങ്ങൾക്ക് വേണ്ടതായ സംരക്ഷണത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ഓരോരോ ആപത്തുകളിലും ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പ്രത്യേകം എടുത്തു പറയണം, പ്രത്യക്ഷമായി ഞങ്ങൾക്കരികിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ദേവകി വസുദേവന്മാരുടെ കഥയിലോ സ്വന്തം സഹോദരന്മാരായി ജനിച്ച കുട്ടികളെപ്പോലും ഭഗവാന് രക്ഷിക്കാൻ തോന്നിയില്ല. ഭഗവാന് രക്ഷിക്കാൻ കഴിയാത്തത് ആരെയും ഇല്ലല്ലോ അല്ലേ? മരണത്തിൽ നിന്ന്
രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ച് നിസ്സാരമാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കി. എവിടെ മനസ്സിലാക്കി? ഉത്തരയുടെ ഗർഭപാത്രത്തിന് ഉള്ളിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശുവിനെ പരിരക്ഷിച്ച ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് കുന്തിദേവിയുടെ ഈ സ്തുതിയിലേക്കും ഈ അനുഭവ സാക്ഷ്യത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഈ ലോകലീലയിലെ ഒരു ഭാഗം മാത്രമാണ്, ഒരു വിടംബരം മാത്രമാണ്. എന്നിരിക്കെ സ്വന്തം അച്ഛനമ്മമാർക്ക് പോലും കൊടുക്കാത്തതായ ആ വാത്സല്യം അല്ലെങ്കിൽ ആ പരിരക്ഷ അത് എന്നോട് കാണിച്ചു, എന്നോടും എൻ്റെ മക്കളോടും കാണിച്ചു. അപ്പോൾ സ്വന്തം അമ്മയേക്കാൾ ഭഗവാന് പ്രിയപ്പെട്ടതായിത്തീർന്നു ഞാൻ എന്ന് കുന്തിദേവി സ്വയം ഭാവന ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഭക്തി അത് തന്നെയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നില്ലേ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെയാണ് എന്ന് ഓരോരുത്തർക്കും തോന്നുന്നില്ലേ? ഉണ്ടോ? തോന്നുന്നുണ്ടോ? ഉറക്കെ പറയൂ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നന്നായി. ഭഗവാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നമുക്കോരോരുത്തർക്കും തോന്നുന്ന ആ നിമിഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തിയുടെ അനുഭവങ്ങളിലേക്ക് പതുക്കെ 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 സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. കുന്തിദേവിയും യഥാർത്ഥത്തിൽ ഭക്തി അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷേ ആ ഭക്തി അനുഭവങ്ങൾ അത് നിരന്തരമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോരോ അനുഭവങ്ങളെയും ഭഗവത് കാരുണ്യം നമുക്ക് എപ്പോഴൊക്കെയാണ് ആ ഭഗവാൻ അനുഗ്രഹ സ്പർശമായി നമ്മുടെ അരികത്ത് വന്നു ചേർന്നത് എന്ന് നമുക്ക് സ്മരിച്ച് ആ അനുമാനിച്ച് അതിനെ അനുഭവിക്കാൻ സാധിക്കുമ്പോഴാണ് ഭക്തി അനുഭവം നമ്മിൽ ഊറി ഊറി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ആപത്തുണ്ടായോ അപ്പോഴൊക്കെ ഭഗവാൻ ഉണ്ടായി എന്നുള്ളതിനാൽ കുന്തിദേവി പ്രാർത്ഥിക്കുന്നത് എന്താ? വിപദസ്സന്തു നശ്യസ്വ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാദ പുനർഭവ ദർശനം. ഒരിക്കൽ കണ്ടാൽ പിന്നെ രണ്ടാമത് പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട, അത്തരത്തിലുള്ളതാണ് ഭഗവാന്റെ ദർശനം. അങ്ങനെയുള്ളതായ ഭഗവാൻ ഞങ്ങൾക്ക് ആപത്തുണ്ടായപ്പോഴൊക്കെ വന്നു ചേർന്നു. അങ്ങനെയുള്ളതായ ആ ഭഗവാനെ യഥാർത്ഥത്തിൽ ഈ ലോകം അറിയുന്നുണ്ടോ? എങ്ങനെയുള്ള ലോകം? ജന്മൈശ്വര്യ ശ്രുതശ്രീഭിരേധമാനമതപ്പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാമകിഞ്ചന ഗോചരം. ജന്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടും ധനം കൊണ്ടുമൊക്കെ മതോന്മത്തരായിരിക്കുന്നതായ ആളുകൾ അങ്ങയുടെ ഈ കാരുണ്യത്തെ വേണ്ടതുപോലെ അറിയുന്നില്ല. അപ്പം ഞാനിതൊക്കെ അറിയാൻ കാരണം എന്താ? എനിക്ക് ജീവിതത്തിൽ ഈ ധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള യശസ്സോ ഒന്നും കൂട്ടായി വന്നില്ല. എപ്പോഴും കാട്ടിൽ അലയാനൊക്കെ തന്നെയായിരുന്നു എൻ്റെ വിധി. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ ഈ സാന്നിധ്യത്തെ അറിയാൻ കഴിഞ്ഞത്. സങ്കടമുള്ളവർക്കേ ഭഗവാന്റെ സാന്നിധ്യം പെട്ടെന്ന് അറിയാൻ സാധിക്കൂ. സങ്കടമില്ലാത്തവർക്ക് ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ദുഃഖങ്ങളില്ലേ? ദുഃഖങ്ങളില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈപൊക്കണം. ഇപ്പം ദുഃഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിനർത്ഥം ദുഃഖം എന്ന് പറയുന്നത് വ്യാസൻ തന്നെ പറഞ്ഞത് പരഹസ്തഗതം ദുഃഖം എന്നാണ്. നമ്മുടെ കയ്യിലില്ലാത്തത് എന്തോ അതാണ് നമ്മുടെ ദുഃഖം എന്നാണ്. മറ്റുള്ളവരുടെ കയ്യിലുള്ളതാണ് നമ്മുടെ ദുഃഖം. അപ്പോൾ ദുഃഖം എന്ന് പറഞ്ഞാൽ എനിക്കതില്ലല്ലോ എന്നതായ ഒരു ദ്വൈത ചിന്തയാണ് യഥാർത്ഥത്തിൽ ദുഃഖത്തിന് കാരണം എന്ന ആ ദാർശനിക ബുദ്ധിയോടുകൂടി ചിന്തിക്കുമ്പോൾ ദുഃഖമെന്ന വാക്കിനർത്ഥം ഞാനും ഈശ്വരനും രണ്ടും രണ്ടാണെന്ന തോന്നലാണ്. ഈ തോന്നൽ ഉള്ളിടത്തോളം നമുക്ക് ഈശ്വരൻ്റെ അരികത്തേക്ക് ചെല്ലാതിരിക്കാൻ പറ്റില്ല. പറ്റുമോ? രണ്ടും രണ്ടാണെന്നുള്ള തോന്നലുള്ളപ്പോൾ ഈശ്വരൻ്റെ അടുത്തേക്ക് പോയേ പറ്റൂ. രണ്ടും രണ്ടല്ല എന്നുള്ള ചിന്തയുള്ളവരോ ഒരിക്കലും ഈശ്വരനെ അന്വേഷിച്ച് പോകുന്നുമില്ല, അല്ലേ? അപ്പോൾ ഇവിടെ വന്നവരൊക്കെ ഈ ദ്വൈത ചിന്തയുള്ളവരാണ്. ആ ദ്വൈതമാണ് ദുഃഖം. ഞാനല്ലാത്തതായ മറ്റൊന്ന് ഇവിടെ ഉണ്ട് എന്ന തോന്നൽ നമുക്ക് ഉള്ളിടത്തോളം കാലം അതില്ലാതാവുന്നത് എവിടെയാണോ അവിടേക്ക് നമുക്ക് എത്തിച്ചേർന്നേ പറ്റൂ. അതുകൊണ്ടാണല്ലോ ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ കുന്തിദേവിയും പറയുന്നത് അതാണ്. ജീവിതത്തിൽ മുഴുവൻ ഉടനീളം ഈ ദുഃഖമുണ്ട്. ഈ ദുഃഖം എപ്പോഴാണ് നമ്മളെ പിടികൂടുന്നത്? ഞാൻ വേറെ എന്നുള്ള തോന്നലുണ്ടാവുമ്പോഴാണ്. എപ്പോഴാണോ ഭഗവാൻ വന്നത് ആ നിമിഷം ദുഃഖമില്ലാതായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ അനുഭവിച്ചത് മുഴുവൻ ഈ പറഞ്ഞതായ അദ്വൈത അനുഭൂതി തന്നെ. ഇവിടെ ഈ സ്തുതി കുന്തിയിൽ നിന്ന് ഉണർന്നൊഴുകുമ്പോഴും ഈ അനുഭൂതി വിശേഷത്തിൽ നിന്നുകൊണ്ടാണ്. അത് സ്തുതിയുടെ അവസാനത്തിലാണ് നാം തിരിച്ചറിയുന്നത്. ന വേദ കശ്ചിത് ഭഗവം ചികീർഷിതം ത്വവേഹമാനസ്യ നൃണാം വിഡംബനം ന യസ്യ കശ്ചിത് ദയിതോസ്തി കർഹിച്ചിൽ വേഷ്യശ്ച യസ്മിൻ വിഷമ മതിർ നൃണാം. അങ്ങ് ആരാണ്? അകിഞ്ചന വിത്തായിരിക്കുന്നതായ
നിവൃത്ത ഗുണവൃത്തയെ, എല്ലാ ഗുണങ്ങളിൽ നിന്നും നിവൃത്തി ഭാവത്തോടു കൂടിയവനായി, ഇന്ദ്രിയങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്തതായ ഭാവത്തോടു കൂടിയതായ ഭഗവാൻ. ആ ഭഗവാനാണ് കാലമായി സകലയിടത്തും നിറഞ്ഞിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും നിയന്താവായിരിക്കുന്ന ഈശ്വരനും ഭഗവാനാണ്. അങ്ങനെയുള്ളതായ അനാദിയായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെ, ആ ഭഗവാന്റെ ദിവ്യമായിരിക്കുന്നതായ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന സമാനഭാവം, എല്ലായിടത്തും ഭഗവാൻ ഒരുപോലെയാണ്, എല്ലാറ്റിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഞാനിതാ അറിയുന്നത്, അങ്ങായി അറിയുന്നത്. അങ്ങനെയുള്ള ഭഗവാനാകട്ടെ, ന വേദ കശ്ചിത് ഭഗവം ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം. ആരും തന്നെ അങ്ങയുടെ ലീല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അങ്ങ് എന്താണോ മനുഷ്യരൂപത്തിലാണ് അങ്ങ് അവതരിച്ചത്, മനുഷ്യരൂപത്തിൽ അവതരിച്ചത് കൊണ്ട് തന്നെ അങ്ങയുടെ മാനസികമായിരിക്കുന്ന വ്യാപാരങ്ങളിലൂടെ അങ്ങ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്നോ മനസ്സിലാക്കാൻ സാധാരണക്കാരായ ആർക്കും തന്നെ സാധിക്കുന്നില്ല. അതാണ് വിഡംബനം, അങ്ങയുടെ ലീലയാണ്. അങ്ങനെയുള്ളതായ ഭഗവാനാകട്ടെ ആരോടും യാതൊരു ശത്രുതയുമില്ല, ആരെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന ഭാവവുമില്ല. എല്ലാവരും ഭഗവാൻ ഒരുപോലെ. ഇത് മനസ്സിലാക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. എനിക്ക് പ്രിയപ്പെട്ടതാണ് ഭഗവാൻ എന്ന് നാം ചിന്തിക്കുന്നതോടൊപ്പം ഇവിടെ കുന്തിദേവിയുടെ ഈ ചിന്തയിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന ചിന്തയാണ് ഭഗവാന് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, എനിക്ക് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭാവമാണല്ലോ ഭക്തി. ഭക്തിക്ക് അനവധി തരത്തിലുള്ളതായ വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നു. രതിയാണ് ഭക്തിയുടെ അടിസ്ഥാനമെന്നും, ആ രതി ഭാവം എന്ന് പറയുന്നത് കാമത്തോടുകൂടി മൈഥുനാസക്തിയോടുകൂടിയുള്ളതാണെങ്കിൽ അത് ഘോരമായിരിക്കുന്നതായ വിഷയസുഖങ്ങളെ അനുഭവിക്കുവാനുള്ള രതിയായും, അത് പുത്രഭാവത്തോടുകൂടി അല്ലെങ്കിൽ സന്താനാദികളോടുള്ളതായ ഭാവമാണെങ്കിൽ അത് വാത്സല്യമായിട്ടും, ഈശ്വരനോടുള്ള ഭാവമാണെങ്കിൽ അത് ഭക്തിയായിട്ടും പറയുന്നു ചിലർ. മറ്റു ചിലർ പറയുന്നത് ഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വസ്വരൂപാനുസന്ധാനമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞു. അവനവനെ അറിയലാണ് ഭക്തി എന്ന് പറഞ്ഞു. കുറച്ചുകൂടി എളുപ്പത്തിൽ ഭക്തിയെക്കുറിച്ച് പറയാൻ, ജീവാത്മാവിന് പരമാത്മാവിനോടുള്ള ആകർഷണമാണ് ഭക്തി എന്ന് ലളിതമായി കുറച്ചുകൂടി പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും ഈ ദാർശനിക ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ഭക്തിയുടെ ഭാവങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കൂ. വളരെ ലളിതമായി ഭക്തിയെ വ്യാഖ്യാനിക്കുന്നത് ഭാഗവതം ഭഗവാനോടുള്ള പരമപ്രേമഭാവം എന്നാണ്. ഭഗവാനിലേക്കുള്ള പ്രേമഭാവം. ഈ ഭഗവാനിലേക്കുള്ള പ്രേമഭാവം അത് അനുഭവവേദ്യമാവുന്നത് എപ്പോഴാണ്? ഭഗവാൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ എല്ലാറ്റിലും ഭഗവാനെ കാണുന്ന അവസ്ഥ വരുന്നു. അതോടുകൂടി ഈ പ്രേമഭാവം ഭക്തി എന്ന അനുഭവമായി തീരുകയും അത് യോഗീശ്വരന്മാർ തപസ് ചെയ്ത് ലഭിക്കുന്നതായ അനുഭവത്തിന് സമാനമോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ളതായ ആനന്ദമോ ഒക്കെയായി പരിണമിക്കുന്നു. ഇങ്ങനെ ഭക്തിയെക്കുറിച്ച് അനവധി തരത്തിലുള്ളതായ വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഇവിടെ ഈ മഹത്തരമായിരിക്കുന്നതായ ഭക്തിയുടെ സവിശേഷത, ഭഗവാനോട് എനിക്കുള്ളതായ ഭാവം, ഭഗവാൻ എന്നോടുള്ള ഭാവം, ഇതിനെക്കുറിച്ചുള്ളതായ ഭാവനകളാണ്. ഈ ഭാവനകളിൽ തിരിച്ചറിയേണ്ടത് ഭഗവാൻ ഒന്നിനോടും ഏതെങ്കിലും തരത്തിലുള്ളതായ ഇഷ്ടക്കൂടുതലോ ഇഷ്ടക്കുറവോ ഇല്ല എന്നുള്ളതാണ്. എല്ലാം തുല്യമാണ്. ഇങ്ങനെയുള്ള നിർഗുണാവസ്ഥയായി ഭഗവാനെ കാണണമെങ്കിൽ അത്ര എളുപ്പമല്ല. അതിന് കുറേ ഘട്ടങ്ങളുണ്ട്. എന്നെപ്പോലെയുള്ള ഒരു സാധു സ്ത്രീക്ക് ഒരു പക്ഷേ ചിലപ്പോൾ അതിന് കഴിഞ്ഞെന്ന് വരില്ല. ജന്മകർമ്മച്ച വിശ്വാത്മൻ അജസ്യാകർത്തുരാത്മന തിര്യങ് ഋഷിഷു യാദസ്സു തത് അത്യന്ത വിഡംബനം. പിന്നെ എന്നെപ്പോലെയുള്ള ആളുകളെ ഭഗവാൻ എങ്ങനെയാണ് മോഹിപ്പിക്കുന്നത്? എനിക്കിഷ്ടം, ഇഷ്ടക്കൂടുതൽ, ഇഷ്ടക്കുറവ് എന്നൊക്കെ ഭാവത്തിൽ ഭഗവത് പ്രിയന്മാർ, ഭഗവത് സമന്മാർ, നിത്യന്മാർ, ഇഷ്ടന്മാർ, അനിഷ്ടന്മാർ എന്നൊക്കെയുള്ളതായ അനവധി തരത്തിലുള്ള ഭാവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഭഗവത് ചരിതങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഭഗവത് കഥകൾ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ ഈ ഭഗവത് കഥകളിലൂടെ വ്യാമോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ഇന്നതാണ് അല്ലെങ്കിൽ മറ്റൊന്നാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ളതായ ഭാവാദികൾ ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? ഭഗവാൻ കാണിച്ചതായ ചില ലീലകളാണ്. അത് സ്മരിക്കുമ്പോഴാണ് വ്യാമോഹമുണ്ടാവുന്നത്. ആ ലീലയുടെ ഒരു ഓർമ്മയാണ് കുന്തിദേവി അടുത്തതായി പറഞ്ഞത്. ഗോപ്യാദതേ ത്വയി കൃതാഗസി ദാമതാവൽ യാതേ ദശാശ്രുകലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാമാം വിമോഹയതി ഭീരപിയത് വിഭേദി. ഭയത്തെപ്പോലും ഭയപ്പെടുത്തുന്നവനായ ഭഗവാൻ. ലോകത്തിലാകെ കൂടി ഭയമുള്ളത് എന്താ? ജനനവും മരണവുമാണ് ഭയം. ജനിച്ചവർക്ക് മരണത്തെയാണ് ഭയം, അല്ലേ? ജീവിച്ചുകൊണ്ടിരിക്കുന്നവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം
മരണമാണ് നമ്മുടെ ഭയം. എപ്പോഴെങ്കിലും ജനനം ഭയമായിട്ടുണ്ടോ? ഉണ്ടോ? ജനനം ഭയമായിട്ടുള്ളവരൊന്ന് കൈവക്കണം. ആ ഭയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലതും ചിന്തിക്കാത്തത്. പക്ഷേ യഥാർത്ഥത്തിൽ വൈരാഗ്യത്തിൻ്റെ തുടക്കം ജനനത്തെക്കുറിച്ചുള്ള ഭയമാണ്, മരണത്തെക്കുറിച്ചുള്ള ഭയമല്ല. മരണത്തെക്കുറിച്ചുള്ള ഭയം സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് ലോകത്തിലെ സകല ജീവന്മാർക്കുമുണ്ട്. ഉറുമ്പ് മുതൽ സകല ജീവജാലങ്ങൾക്കും മരണഭയമുണ്ട്. പക്ഷേ ജനനഭയമുള്ളത് ബുദ്ധി ഉണർന്ന മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളതായ ജനനത്തെയും മരണത്തെയും ഭയപ്പെടുത്തുന്നവനാണ് ആര്? ഭഗവാൻ. അതിനോടുള്ള ഭയത്തെപ്പോലും ഭയപ്പെടുത്തുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനോ സ്വയം ഭയം നടിച്ചു. എപ്പോ? തൈര് കുടം പൊട്ടിച്ച് വികൃതി കാണിച്ച സമയത്ത് അമ്മയായിരിക്കുന്ന യശോദ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അടിക്കാനായിട്ട് വടിയോങ്ങിക്കൊണ്ട് ഭഗവാന് നേരെ ശാസിച്ച് നിന്ന സമയത്തോ അങ്ങയുടെ കണ്ണുകൾ ഭയത്താൽ ആർദ്രമാവുകയും ആ കണ്ണീര് കണ്ടടത്തിൽ തങ്ങി ആ കണ്ടടത്തിലുള്ളതായ കൺമഷി പരന്ന് കറുത്ത മുഖത്തോടു കൂടിയതായ അങ്ങ് ഒന്നുകൂടി കറുത്തുപോയി. അങ്ങനെയുള്ളതായ ഭഗവാൻ ഭയം നടിച്ചില്ലേ? ആ നാട്യം അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കാണ് മോഹമുണ്ടാവാതിരിക്കുക? ഭഗവാന്റെ ഈ രൂപം യഥാർത്ഥത്തിൽ കുന്തിദേവി നേരിട്ട് കണ്ടിട്ടുണ്ടോ? യശോദ ഭഗവാനെ പിടിച്ച് കെട്ടുന്ന സമയത്ത് കുന്തിദേവി എവിടെയായിരുന്നിരിക്കണം? കാരണം കുന്തിദേവിക്ക് കാട്ടിൽ വെച്ച് ഓരോ കുട്ടികൾ ഉണ്ടായപ്പോഴും ആദ്യം യുധിഷ്ഠിരനുണ്ടായി, പിന്നീട് ഭീമസേനുണ്ടായി, അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് അർജുനനുണ്ടായി. അർജുനനുണ്ടായ സമയത്താണ് അവിടെ കൃഷ്ണനും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഭീമസേനുണ്ടായ സമയത്താണ് അവിടെ ദുര്യോധനനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഭഗവാന്റെ ഈ ലീലാമയങ്ങളായിരിക്കുന്ന കാര്യങ്ങളൊന്നും കുന്തിദേവി കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാട്ടിലൂടെ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഹസ്തിനപുരത്തിൽ ആശ്രയഭാവത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുമാണ് ഇവിടെ ഭഗവാന്റെ ബാലലീലകൾ നടക്കുന്നത്. അപ്പോൾ ഈ കണ്ട കാഴ്ചകൾ ഇത് കുന്തിദേവി എവിടെ കണ്ടതാണ്? ഭാവനയിൽ കണ്ടതാണ്. കുന്തിയുടെ ഹൃദയത്തിൽ ഉണർന്നതായ രംഗങ്ങളാണത്. ഹൃദയത്തിൽ ഇങ്ങനെ ഭഗവാന്റെ ഓരോ ലീലാമയങ്ങളായ രംഗങ്ങളും ഉണരണമെങ്കിൽ ആ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവണ്ടേ? വേണ്ട വിധത്തിൽ ഉണ്ടായതായ ഭക്തിയാകട്ടെ കഠിന പരിശ്രമത്തോടു കൂടി നേടിയ ഭക്തിയാണോ? ആണോ? നമ്മളൊക്കെ ഭക്തി ഉണ്ടാവാനല്ലേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ കഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? ഞാൻ വളരെ കഷ്ടപ്പെടുന്ന ആളാണ് ഭക്തി ഉണ്ടാവാൻ. ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഉണ്ടായോ ഇല്ലയോ എന്ന് ഇപ്പോഴും തീർച്ചയില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഭക്തി ഉണ്ടാവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മൾ ഇവിടെ കുന്തിദേവിയിൽ കാണുന്നത് സ്വാഭാവികമായി കുന്തിയിൽ ആ ഭക്തിഭാവം വേണ്ടതുപോലെ ആ ഭഗവത് സ്മരണ ഉണർത്തുന്നതായ അനവധി രംഗങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സ്തുതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് അതാണ്. കേജിദാഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയെ. ഇങ്ങനെയൊക്കെയുള്ള ലീലകൾ കാണുമ്പോൾ ഭഗവാനെക്കുറിച്ച് അനവധി തരത്തിലുള്ള ഭാവനകൾ നമുക്കുണ്ടാവുന്നു. എന്തൊക്കെയാ ഭാവനകൾ? ചില ആളുകൾ പറയുന്നു ഭഗവാൻ യദുകുലത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ജനിച്ചു, യദുകുലത്തിൽ അവതരിച്ചു, ആ യദുകുലത്തിൻ്റെ മഹനീയമായിരിക്കുന്ന കീർത്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് ചില ആളുകളൊക്കെ പറയുന്നു. എങ്ങനെ? മലയപർവ്വതത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ അവിടെ ചന്ദനം ഉണ്ടായതുപോലെ. മലയപർവ്വതം ലോകത്തിൽ അറിഞ്ഞത് അവിടെ ചന്ദനം ഉണ്ടായപ്പോഴാണ് മലയചന്ദനം എന്ന പേരിൽ മലയപർവ്വതം അറിയപ്പെട്ടത്. എന്നതുപോലെ കൃഷ്ണൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ യദുവംശം പോലും ലോകത്ത് പ്രകീർത്തിക്കപ്പെടുകയില്ലായിരുന്നു. ഇനി വേറെ ചിലർ പറയുന്നു വസുദേവർക്കും ദേവകിക്കും പൃഷ്ണി എന്നും സുതപസ് എന്നും പേരുള്ളതായ അവരുടെ പൂർവ്വജന്മത്തിൽ ഭഗവാൻ കൊടുത്തതായ വരം അത് വേണ്ടതുപോലെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് വേറെ ചില ആൾക്കാർ പറയുന്നു. ഇനിയും ചില ആൾക്കാരെന്താ പറയുന്നത്? ഭൂമിദേവി പ്രാർത്ഥിച്ചു, അപ്പോൾ ഭൂമിദേവിയുടെ ദുഃഖം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പറയുന്നു. ഭാരാവതരാണായാന്യേ ഭുവോ നാവ ഇവോദഥൗ. മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കപ്പൽ പൊക്കിയെടുക്കുന്നത് പോലെ, പരിരക്ഷിക്കുന്നത് പോലെ ഈ ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് ഭൂമി പാതാളത്തിലേക്ക് താന്നു പോകാൻ തുടങ്ങിയപ്പോൾ ആ ഭൂമിയിലെ ദുഷ്ടരാജാക്കന്മാരെ മുഴുവൻ മുടിച്ച്, അധർമ്മികളെ മുഴുവൻ മുടിച്ച് ഭൂമിയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ് എന്ന് വേറെ ചില ആളുകൾ പറയുന്നുണ്ട്. ഇങ്ങനെ അനവധി തരത്തിൽ ആളുകൾ പല രീതിയിൽ പറയുന്നു. പറഞ്ഞതൊക്കെ കേട്ടും പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയും മനനം ചെയ്തും മനസ്സിലാക്കാതെയും വീണ്ടും കേൾക്കാനുള്ള കൊതിയോടുകൂടിയും നടക്കുന്നവരായിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവരെയും കുന്തിദേവി സ്മരിക്കുന്നുണ്ട്. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണശ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാ തയേവ പശ്യന്തി അജിരേണ താവകം ഭവപ്രവാഹോ പരമം പദാംബുജം അപ്യദ്യനസ്ത്വം സുഹൃദേഹിത പ്രഭോ ജിഹാസസി സ്വിൽ സുഹൃദോനുജീവിന യേഷാം ന ചാന്യത് ഭവത പദാംബുജാൽ പരായണം രാജസു യോജിതാം ഹസാം. ഞങ്ങളിപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന അവസ്ഥ എന്താ? അങ്ങയുടെ ഈ ഗുണഗണങ്ങളെയൊക്കെ പ്രാർത്ഥിച്ചും
അതിൽ തന്നെ മനസ്സ് ചേർത്ത് വെച്ചും ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കുന്ന ആളുകൾ അനവധിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അങ്ങയെ ബന്ധുവായി കണ്ട് സുഹൃത് ഭാവത്തിൽ ഞങ്ങളോടൊപ്പം ചേർത്തു. പക്ഷേ ഇപ്പം ഞങ്ങൾ വലിയ ദുഃഖത്തിലാണ്. എങ്ങനെയുള്ള ദുഃഖത്തിലാണ്? ഒരുപാട് രാജാക്കന്മാർ മരിക്കാൻ ഞങ്ങൾ കാരണക്കാരായി, അനവധി സ്ത്രീകൾ വിധവകളാകാൻ ഞങ്ങൾ കാരണക്കാരായി. ഇങ്ങനെയൊക്കെ വളരെയധികം വിഷമത്തോടു കൂടി ഇരിക്കുന്ന ഞങ്ങളെ ഇപ്പോൾ ഭഗവാൻ വിട്ടു പോകാൻ തുടങ്ങുകയാണ് അല്ലേ? കുന്തിസ്തുതി ആരംഭിക്കുന്നത് അവിടെയാണ്, കുന്തി സ്തുതിക്കാൻ തുടങ്ങുന്നത് അവിടെയാണ്. ഉത്തരയെ രക്ഷിച്ചു, ആ വംശബീജത്തെ രക്ഷിച്ചു, തൻ്റെ മക്കളെ രക്ഷിച്ചു. ഈ രക്ഷയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ അതാ ദ്വാരകയിലേക്ക് യാത്രയാകാൻ പോകുന്നു. ഇനി നമ്മുടെ അടുത്ത് അധികം സമയം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയതായി കുന്തിദേവിയാണ്. ഭഗവാൻ പോകുന്നതിനെ തടയാനായിട്ട് സാധിക്കില്ല. കാരണം ഭഗവാൻ പോയില്ലെങ്കിൽ എന്താവും അവസ്ഥ? ദ്വാരകാവാസികളൊക്കെ വലിയ ദുഃഖിതരാണ്. അവരൊക്കെ എത്രയോ കാലമായി ഭഗവാനെ പിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളോടുള്ള പ്രിയം കൊണ്ടാണ് ഭഗവാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഞങ്ങൾ ചോദിച്ചിട്ടും കൂടിയല്ല. അങ്ങനെയുള്ളതായ ഭഗവാൻ ഇവിടെ നിന്ന് പോകുക എന്ന് ആലോചിക്കുമ്പോൾ ദുഃഖമുണ്ട്. പക്ഷേ പോവരുത് എന്ന് പറയാനും സാധിക്കുകയില്ല. അത്തരത്തിലുള്ളതായ ആ ഭഗവാൻ കേവയം നാമരൂപാഭ്യാം യദുഭിസ് സഖ പാണ്ഡവ ഭവതോ ദർശനം യർഹി ഘൃഷീകാണാമിവേശിതു. യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറയുന്നതായ ഒരു അവസ്ഥയില്ലെങ്കിൽ കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്നിവ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ മാത്രമേ കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്ന ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രപഞ്ച അനുഭവം ഉണ്ടാവുകയുള്ളൂ. ഉണ്ട് എന്ന തോന്നലിൽ വർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ജീവനില്ലെങ്കിലോ ബാക്കിയൊക്കെ വ്യർത്ഥമാണ് എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങുണ്ടെങ്കിലേ ഞങ്ങളെന്ന് പറയുന്നതായ അസ്തിത്വമുള്ളൂ, അങ്ങില്ലെങ്കിലോ ഞങ്ങളില്ല. അങ്ങനെയുള്ളതായ നേയം ശോഭിഷ്യതേ തത്ര യഥേദാനിം ഗദാധര ത്വത്പദൈരംഗിതാഭാതി സ്വലക്ഷണ വിലക്ഷിതൈ ഇമേ ജനപദാ ശ്രുദ്ധ സുപക്വ ഔഷധിവീരുധ വനാദ്രിനദ്യുതന്വന്തോ ഹ്യോധന്തേ തവ വീക്ഷിതൈ അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഇത്രയൊക്കെ കുന്തിദേവി പറഞ്ഞു വരുന്നത് ഇങ്ങനെ അങ്ങ് ഞങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം ഞങ്ങളുടെ അടുത്ത് വർത്തിച്ചു, ഞങ്ങൾ മക്കളും ഞങ്ങളുമൊക്കെ സുഖമായി ഇരിക്കുന്നതിന് കാരണം അങ്ങാണ്. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുന്നതിന് കാരണമെന്താ? എൻ്റെ എന്നും എനിക്കെന്നും ഒക്കെയുള്ളതായി വിഭക്തികൾ ഉള്ളത് കൊണ്ടാണല്ലോ. വിഭക്തികൾ എന്ന് പറഞ്ഞാൽ 7 വിഭക്തികളാണ് സംസ്കൃതത്തിൽ പറയുന്നത് അല്ലേ? ഈ 7 വിഭക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യാതൊന്നുണ്ടോ അതിനെ ബോധിപ്പിക്കുന്നത്, ഉണ്ട് എന്ന അവസ്ഥയെ ബോധിപ്പിക്കുന്നതാണ് പ്രഥമാ വിഭക്തി എന്ന് പറയുന്നത്. ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി എന്നിങ്ങനെയുള്ള ഈ 7 വിഭക്തികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ ഈ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന 7 ഭാവനകളാണ്. അങ്ങനെയുള്ളതായി ഈ 7 ഭാവനകളിലൂടെ നാം അനുഭവിക്കുന്നത് എന്തോ അതാണ് ഈ പ്രപഞ്ചം. ഈ 7 ഭാവനകളിലൂടെ വിശേഷഭാവേന അനുഭവിക്കുന്നതായ ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ ഉണ്ട് എന്ന ബോധത്തോടു കൂടി കൊടുക്കൽ വാങ്ങലുകൾ, അല്ലെങ്കിൽ എടുക്കൽ, അല്ലെങ്കിൽ ഇരിക്കൽ, നടക്കൽ എന്നൊക്കെയുള്ള ക്രിയാബോധത്തോടു കൂടി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വിശേഷേണയുള്ള ഭാവങ്ങൾ അതില്ലാതായി കഴിഞ്ഞാലോ, ഇല്ലാതായാൽ പിന്നെ ഭക്തി മാത്രമേ ഉള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന എല്ലാ വിഭക്തികളും ഭഗവാനിലേക്കാവലാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ വിശേഷേണയുള്ളതായ ഭാവം പോയി, പ്രത്യക് ഭാവങ്ങൾ പോയി, ഓരോ വസ്തുവിനോടുമുള്ള ബന്ധങ്ങൾ പോയി. പകരം എല്ലാ വസ്തുക്കളോടുമുള്ള ബന്ധം ഒരേയൊരു ഈശ്വരനോടുള്ള ബന്ധമായി മാറുന്നു. ഒരേയൊരു ഈശ്വരനോടുള്ള ബന്ധമായി മാറുമ്പോൾ അത് ഭക്തിയും, പ്രത്യേകം വസ്തുക്കളോടും ഒക്കെയുള്ളതായ ബന്ധങ്ങളായി മാറുമ്പോൾ അത് വിഭക്തിയുമാണ്. അതാണ് മേൽപ്പത്തൂരും പൂന്താനവും തമ്മിലുള്ളതായ വ്യത്യാസമായിട്ട് നമ്മളൊക്കെ പറയുന്നത്. മേൽപ്പത്തൂർ പറഞ്ഞത് കുറച്ചൊക്കെ വിഭക്തി ഉള്ളവർക്കേ വേണ്ട പോലെ ഭഗവാനെ പ്രകീർത്തിക്കാൻ പറ്റുമെന്നാണ്. അത് ശരിയാണ്. പൂന്താനം പറഞ്ഞത് പൂന്താനത്തിൻ്റേത് ഭക്തി മാത്രമാണ്. അവിടെ ഭഗവാനെക്കുറിച്ചുള്ളതായ യാതൊരു തരത്തിലുള്ളതായ ഭാവനകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സങ്കല്പങ്ങളോ അല്ല, യാഥാർത്ഥ്യമാണ്. ഭഗവാൻ എന്ന് പറയുന്ന നിർഗുണഭാവത്തെ വളരെ യഥാതഥമായി ആ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് ആലപിക്കുകയാണ് ചെയ്തത്. അത് ഭക്തിയുടെ അനുഭവമാണ്. മേൽപ്പത്തൂർ പക്ഷേ അങ്ങനെയല്ല. വിഭക്തി ഓരോന്നിലും പ്രത്യേകം ഭഗവത് അനുഭവത്തെ ഓരോന്നിലൂടെയും നമുക്ക് എടുത്തെടുത്ത് കാണിച്ചു തരികയാണ്. ഇങ്ങനെ ഭക്തിയുടെ ഉദാത്തമായിരിക്കുന്നതായ ഭാവത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പ്രത്യേകം എൻ്റെ എന്നും എനിക്കായിക്കൊണ്ട് എന്നൊക്കെ പറയുന്നതായി വിഭക്തികൾ ഇല്ലാതാവണം. അതില്ലാതാവാൻ ഭഗവാനെ അനുഗ്രഹിക്കണം എന്നാണ് കുന്തിദേവിയുടെ പ്രാർത്ഥനയുടെ അവസാന ഘട്ടം. സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഇത് എന്നെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. അതാണ് കുന്തിദേവി പറയുന്നത്. ലോകത്തിലൊരമ്മയ്ക്കും സാധിക്കുന്ന കാര്യമല്ല സ്വന്തം മക്കളെ എൻ്റെ അല്ല എന്ന ചിന്തയിൽ അകറ്റി നിർത്താൻ. സാധിക്കുമോ?
നമ്മളൊക്കെ പറയും പക്ഷികളൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ ചിറക് വിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൊത്തി 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 ദൂരേക്ക് ഇങ്ങനെ ആട്ടിപ്പായിക്കും. അങ്ങനെ ആട്ടിപ്പായിക്കണം അച്ഛനമ്മമാർ സ്വന്തം മക്കളെ, എന്നാലേ അവർ സ്വന്തം കാലിൽ നിൽക്കൂ. എത്ര ആട്ടിപ്പായിച്ചാലും ആകാശത്തിലേക്ക് നോക്കില്ലേ? ഇല്ലേ? സ്വന്തം മക്കൾ എത്ര ദൂരെ പോയാലും ആ മക്കളെക്കുറിച്ചുള്ളതായ ചിന്ത, ആ മമതാബോധം അതൊരിക്കലും വിട്ടുപോകുന്നില്ല. മക്കളെന്ന് മാത്രമല്ല, എല്ലാ ലോകബന്ധങ്ങളും അങ്ങനെയാണ്. എൻ്റേതെന്നുള്ള, എൻ്റെ വസ്ത്രം, എൻ്റെ ഉടുപ്പ്, അല്ലെങ്കിൽ എൻ്റെ ചെരുപ്പ്, എൻ്റെ വടി, എൻ്റെ കുട, എൻ്റെ എന്ന് പറയുന്നതായ എല്ലാം, ഒടുവിൽ എൻ്റെ ശരീരം എന്ന് പറയുന്ന അവസ്ഥയെപ്പോലും നമുക്ക് ഉപേക്ഷിക്കേണ്ടുന്ന ഒരു ഘട്ടമുണ്ട് എന്ന തിരിച്ചറിവിൽ വർത്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് വളരെ കഠിനമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന്. കുന്തിദേവി ആ കഠിനതയ്ക്ക് ഒരു പരിഹാരം കാണുന്നു. ഈ കഠിനമായിരിക്കുന്നതായ ഈ പാശത്തെ അറക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. വേറെ ആരും അനുഗ്രഹിച്ചിട്ട് വേറെ ഒരു രീതിയിലും ഒരു ശാസ്ത്രത്തിനും അത് പകർന്നു തരാനുള്ള കഴിവില്ല. സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു, പാണ്ഡവന്മാരിലും വൃഷ്ണികളിലുമുള്ളതായ എൻ്റെ എന്ന തോന്നല് അതില്ലാതാക്കി തരണം. യഥാർത്ഥത്തിൽ ഭഗവാൻ ഈ രണ്ടിൻ്റെയും അല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തരണം. എന്ന് വെച്ചാൽ ഭഗവാൻ ഒന്നിനോടും ഒട്ടലില്ലാത്ത, ബന്ധമില്ലാത്ത ആ ഏകഭാവമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. ആ ഏകഭാവത്തെ വിശേഷിപ്പിച്ചതെന്താ? ത്വയി മേനന്യ വിഷയ മതിർ മധുപതേ സകൃൽ രതിമുദ്വഹതാദത്ത ഗംഗേ ഔഘം ഉദന്വതി. ഗംഗാനദി സാഗരത്തിലേക്ക് പ്രവഹിക്കുന്നത് പോലെ അങ്ങയിലേക്കുള്ളതായ പ്രേമഭാവം അത് എന്നിൽ നിന്ന് പ്രവഹിക്കണം. ഗംഗാനദി പ്രവഹിക്കുന്നത് വെറുതെ അങ്ങോട്ട് ഒഴുകിച്ചേരുകയല്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗംഗ എവിടേക്ക് എത്തിച്ചേരുന്നത്? സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്. എത്രയെത്ര ഗിരിനിരകളെ തകർത്തെറിഞ്ഞും മുമ്പിൽ വന്നതായ എത്രയെത്ര ആ ശിലാഖണ്ഡങ്ങളെ തരിപ്പണമാക്കിയും ഒക്കെയാണ് ഗംഗ ആഴങ്ങളിലേക്ക് കുതിച്ചു വീണും ചിതറിത്തെറിച്ചും ഒക്കെയാണ് ഒടുവിൽ സമുദ്രത്തിലേക്ക് ശാന്തമായി എത്തിച്ചേരുന്നത്. അതുപോലെ ഭഗവാനിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. എന്താ പ്രതിബന്ധങ്ങൾ? നേരത്തെ പറഞ്ഞ സ്നേഹപാശമാകുന്ന പ്രതിബന്ധങ്ങൾ. ഇതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് ഭഗവാൻ എന്നതായ ആ പരമപ്രേമത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാനുള്ളതായ അനുഗ്രഹത്തെ ആര് തരണം? ഭഗവാൻ തന്നെ തരണം. എന്നിങ്ങനെ ഭഗവാനോട് തന്നെ ഭഗവത് ഭക്തിയെ അനുഗ്രഹമായി ചോദിക്കുന്ന കുന്തിദേവി. ശ്രീകൃഷ്ണ കൃഷ്ണസഖ വൃഷ്ണി ഋഷഭാവനിധൃക് രാജന്യവംശദഹനാൻ അപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തി ഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇങ്ങനെ വൃഷ്ണികുലത്തിൽ ജനിച്ച അർജുന സഖാവായി നാട്യമാടുന്നതായ ആ ഭഗവാന്റെ അവതാര സ്വരൂപം, അങ്ങനെയുള്ളതായ ഭഗവാൻ യഥാർത്ഥത്തിൽ ആരാണ്? യോഗേശ്വരനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം എന്ന് കുന്തിദേവിയുടെ സ്തുതി അവസാനിക്കുന്നു. ഈ കുന്തിദേവിയുടെ സ്തുതി അവസാനിച്ച സമയത്ത് ഭഗവാൻ എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതാരെങ്കിലും കേട്ടാലല്ലേ മറുപടി പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. കുന്തിദേവിയുടെ സ്തുതി അത് ഭഗവാൻ കേട്ടു. ഭഗവാൻ കേട്ടത് എന്താണെന്ന് ഭഗവാൻ വിചാരിച്ചാലല്ലേ കഥ പറയുന്നവർക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഭഗവാൻ എന്തേ കഥ പറയുന്നവരെ ലോകത്ത് പ്രചരിപ്പിക്കേണ്ടത് എന്താ? കുന്തിദേവി സ്തുതിച്ചത് എന്താണെന്ന് വേണ്ട വിധത്തിൽ പ്രചരിപ്പിക്കണം. ബാക്കി ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമാക്കി കൊടുത്തില്ല. പകരം ഭഗവാന്റെ ശരിയായിരിക്കുന്നതായ അനുഗ്രഹഭാവം ഒരൊറ്റ വാചകം കൊണ്ട് അത് വ്യക്തമായി പറഞ്ഞു. എങ്ങനെയാ? മന്ദം ജഘാസ വൈകുണ്ഠോ മോഹയന്നിവ മായയാ. മോഹിപ്പിക്കുന്നത് പോലെ, മായയാൽ മോഹിപ്പിക്കാൻ എന്ന വിധത്തിൽ ഭഗവാൻ മന്ദം ജഘാസ, ഒന്ന് മന്ദഹസിച്ചു. ഇതാണ് ഭഗവാന്റെ മറുപടി. ഈ മന്ദഹാസമാണ് മായ. അപ്പോൾ അതിനർത്ഥം എന്താ? ഇതുവരെ കുന്തിദേവി സ്തുതിച്ച സമയത്ത് കുന്തിദേവിയിൽ എന്തുണ്ടായിരുന്നില്ല? മായ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. മായ ഉണ്ടായിരുന്നെങ്കിൽ കുന്തിദേവിക്ക് ഈ പറഞ്ഞതായ വിശേഷണങ്ങളിലൂടെയൊന്നും ഭഗവാനെ കാണാൻ സാധിക്കുമായിരുന്നില്ല. ഒന്നിനോട് മുട്ടലില്ലാതെ നിർഗുണമായി നിൽക്കുന്നതായ ഭഗവാനെ അറിയാൻ കഴിയുമായിരുന്നില്ല. ആ മായ അത് ഭഗവാന്റെ പുഞ്ചിരിയോടുകൂടി വീണ്ടും കുന്തിദേവിയിൽ പ്രവേശിക്കണമെങ്കിൽ കുന്തിദേവി ഇനിയും ഭഗവാന്റേതായിരിക്കുന്ന ഇച്ഛകളെ പൂർത്തീകരിക്കാനുള്ള ജീവിത നാടകത്തിൻ്റെ ഭാഗമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ ഈ കുന്തിസ്തുതിയിലെ കുന്തിദേവിയുടെ ഹൃദയം എന്ന് പറയുന്നതായ ആ ഒരൊറ്റ വാചകം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് കുന്തി എന്ന് പറയുന്നതായ ആ അമ്മ മഹാഭാരതമാകുന്ന ഇതിഹാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനുഭവിച്ച ദുഃഖങ്ങളെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കുന്തിദേവി അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ എന്താണ്? ഭഗവാന്റെ ഇച്ഛയായിരുന്നു.
കുന്തി അതിലൂടെയൊക്കെ കടന്നു പോകണം. എന്തിനു വേണ്ടി കടന്നു പോകണം? അത് മഹാഭാരതമാകുന്ന യുദ്ധം മുഴുവൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴോ മാത്രമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. പക്ഷേ ഭാഗവതത്തിലെ അടുത്ത ഘട്ടം ഭീഷ്മസ്തുതിയാണ്. ആ ഭീഷ്മസ്തുതിക്ക് തൊട്ടു മുമ്പ് ഭീഷ്മരുടെ വാക്കുകളിലൂടെ തന്നെ അത് വ്യക്തമായിട്ട് പറഞ്ഞു. എന്താ? കുന്തിദേവിയെ ഇങ്ങനെ ഭഗവാൻ ഒരു പുഞ്ചിരി കൊണ്ട് അനുഗ്രഹിച്ചു. അതിനുശേഷം കാണുന്നതായ രംഗം എന്താ? സാക്ഷാൽ ഭഗവാൻ സമാശ്വസിപ്പിച്ചിട്ട് പോലും യുധിഷ്ഠിരന് ശാന്തി ഉണ്ടായില്ല. എന്താ കാരണം? ജീവിതത്തിൽ ഇത്രയും ഘോരമായിരിക്കുന്നതായ ഒരു ആപത്ഘട്ടം, ധർമാധർമ്മങ്ങൾക്കിടയിൽ കുഴങ്ങിയ മനസ്സ്, അതായിരുന്നു മഹാഭാരതം. മഹാഭാരത യുദ്ധം 18 ദിവസം യുദ്ധം നടന്നു. ഈ 18 ദിവസവും യുധിഷ്ഠിരൻ്റെ ഓരോ സമയത്തുമുള്ളതായ വിലാപങ്ങൾ അവിടെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഈ വിലാപങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാൻ ഈ ഇതിഹാസകാരനായിരിക്കുന്ന വേദവ്യാസൻ തന്നെ അവതരിക്കുന്ന രംഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ മഹാഭാരതത്തിലെ ഓരോ യുദ്ധരംഗങ്ങളിലും യുധിഷ്ഠിരൻ യാതൊന്നിനെയാണോ ഭയപ്പെട്ടത്, ആ ഭയമാണ് യുധിഷ്ഠിരനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞപ്പോൾ തിരിച്ചറിയുന്നത് എന്താ? യുദ്ധത്തിൽ ആരെയാണ് വധിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ കർണൻ തൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് തിരിച്ചറിഞ്ഞു. കർണനെ വധിക്കാൻ വേണ്ടി അർജുനനോട് ഘോരമായി ഉഗ്രമായിരിക്കുന്നതായ ശകാരവാക്കുകൾ പുറപ്പെടുവിച്ച സമയത്ത് അർജുനൻ യുധിഷ്ഠിരനെ വധിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ് ജ്യേഷ്ഠനാണ് എന്ന ഭാവം പോലും ഇല്ലാതെ യുധിഷ്ഠിരന് നേരെ അർജുനൻ ഗാണ്ഡീവം എടുത്ത് ഉയർത്തുന്ന രംഗമുണ്ട്. ഈ സമയത്ത് യുധിഷ്ഠിരൻ അർജുനൻ്റെ ഗാണ്ഡീവത്തെ പഴിച്ചപ്പോഴാണ് എന്തായാലും യുധിഷ്ഠിരനെ വധിച്ചേ തീരൂ എന്ന അവസ്ഥ വന്നു. യുധിഷ്ഠിരനാകട്ടെ ഞാനിതാ സന്യസിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഓടിച്ചെന്ന് യുധിഷ്ഠിരൻ്റെ കാല് തൊട്ട് വന്ദിച്ചു. യുധിഷ്ഠിരൻ ആകെ പേടിച്ചുപോയി. ഭഗവാൻ ഇതാ എൻ്റെ കാല് തൊട്ട് വന്ദിക്കേ, എന്താ ഈ ചെയ്തത് എന്ന് ചോദിച്ച് യുധിഷ്ഠിരൻ പരിഭ്രമിച്ചു. ഇങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള തർക്കം തീർക്കുന്നതായ രംഗം. ഇവിടെ ഈ രംഗം ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ കാരണം യുധിഷ്ഠിരൻ്റെ മനസ്സെപ്പോഴും അങ്ങനെയാണ്. യുദ്ധത്തിനിടയിൽ പോലും ഇതൊന്നും വേണ്ട, ഞാൻ സന്യസിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നതായ ഒരു ഭാവം യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഒഴുകാൻ തുടങ്ങുന്നതായൊരു തോണി പോലെ ഒന്ന് ഉന്തിക്കഴിഞ്ഞാൽ അപ്പം പോകും എവിടേക്ക്? കാട്ടിലേക്ക്. എല്ലാം പരിത്യജിച്ച് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന ഭാവത്തിൽ അങ്ങനെയുള്ളതായ യുധിഷ്ഠിരൻ ഇവിടെ യുദ്ധം കഴിഞ്ഞ് അധികാരം ഏറ്റെടുക്കേണ്ട സമയത്ത് യുധിഷ്ഠിരൻ പറയുന്നത്, ക്ഷത്രിയ ധർമ്മമാണ് ശത്രുക്കളെ വധിക്കുക എന്ന് പറയുന്നതായ ആ ധർമ്മോപദേശമൊന്നും എന്നോട് ആരും പറയണ്ട. കാരണം ചെളി കൊണ്ട് ചെളി കഴുകിക്കളയാൻ സാധിക്കുകയില്ല. അപ്പം അതിനാൽ ഇത്തരത്തിലുള്ളതായ ധർമ്മോപദേശങ്ങളൊന്നും എൻ്റെ മനസ്സിനെ ശാന്തമാക്കുകയില്ല. ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരന് വേണ്ട ഉപദേശം കൊടുക്കാൻ യോഗ്യനായിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ യുദ്ധമധ്യത്തിൽ ഭൂമിയിൽ ആ രക്തക്കറ പുരണ്ടതായ കുരുക്ഷേത്ര ഭൂമിയിലെ മണ്ണിൽ സ്പർശിക്കാതെ ശരത്തിൽ ആ ശരങ്ങളാൽ കോർക്കപ്പെട്ട് ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മപിതാമഹൻ്റെ അരികത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയം ആ രംഗങ്ങളൊന്നും വിസ്തരിച്ച് വർണ്ണിക്കാൻ ഭാഗവതത്തിന് സമയമില്ല. കാരണം ഭാഗവതത്തിന് പറയേണ്ട കാര്യം ഈ കഥയല്ല, ആ കഥയ്ക്കുള്ളിൽ പറയാൻ പോകുന്നതായ ചില തത്വങ്ങളെയാണ്. തത്വം ഇത്രയേ ഉള്ളൂ. ആരായാലും ഭഗവാനെ ആശ്രയിക്കുന്നതിന് ആ കൃത്യമായിരിക്കുന്ന കാലമോ സന്ദർഭമോ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ നാളെയാവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാലൊന്നും ഭഗവാന്റെ ആ മഹത്തരമായിരിക്കുന്നതായ ആശ്രയഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. ഇതാണ് ഭാഗവതത്തിൻ്റെ തത്വം. ഭഗവാൻ നമ്മളെ ഭഗവാന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ മഹാഭാരതത്തിൽ ഈ രംഗം ഒന്ന് നമ്മൾ സ്മരിക്കണം. എന്നിട്ട് ആ സ്തുതിയുടെ പ്രധാനപ്പെട്ട ചില ആ ശ്ലോകങ്ങളിലേക്കൊന്ന് കടന്നു ചെന്നാൽ ഭീഷ്മരുടെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഭീഷ്മസ്തുതിയുടെ എന്താണ് ഭീഷ്മസ്തുതി? വളരെ മനോഹരമായിരിക്കുന്നതായ ആ ശ്ലോകഭാവങ്ങൾ അതിൻ്റെ താളത്തിലൂടെ തന്നെ ഈ ഭാഗവതത്തിൽ വർണ്ണിക്കാനുള്ള കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുധിഷ്ഠിരനെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണൻ പോകുന്ന സമയത്ത് പരശുരാമൻ ചെയ്തതായ മഹാക്ഷത്രിയ സംഹാരമെന്ന ഘോരവൃത്തിയുടെ ഫലമായി കുരുക്ഷേത്രത്തിന് ചുറ്റുമായി നിർമ്മിച്ചതായ മഹാഹ്രദങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് പരശുരാമൻ്റെ മഹത്വമൊക്കെ കൃഷ്ണൻ ഈ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. ധർമ്മം മുഴുവൻ നശിച്ച സമയത്ത് ബ്രഹ്മാവ് മഹത്തരമായിരിക്കുന്ന ധർമ്മസംഹിത എങ്ങനെയാണ് നിർമ്മിച്ചതെന്നും ആ ധർമ്മസംഹിത എങ്ങനെയാണ് പരമ്പരയിലൂടെ കടന്നു വന്നത് എന്നുമുള്ള തത്വത്തെയൊക്കെ ആദ്യമേ തന്നെ യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ വേണ്ടതുപോലെ ഇങ്ങനെ
പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? യുധിഷ്ഠിരന് ക്ഷാത്രധർമ്മത്തെക്കുറിച്ച് അഭിമാനമുണ്ടാവുന്നതിനാണ്. ഇത് മഹാഭാരതത്തിലെ ഒരു രംഗമാണ്. അതിനുശേഷം ഭീഷ്മരുടെ അരികത്ത് എത്തുന്നതോടുകൂടി യുധിഷ്ഠിരൻ പൊട്ടിക്കരയുന്നു. ഭീഷ്മർ പറയുന്നതോ കഷ്ടം. ഭീഷ്മരുടെ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞു. ഈ അശ്രുക്കൾ നിറഞ്ഞത് ദുഃഖം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്, ആനന്ദം കൊണ്ടാണ്. അതുപോലെ തന്നെ മഹത്തരമായ അതിശയമാണ് ഈ കണ്ണീരിന് കാരണം. എന്താണ് ആ അതിശയം എന്ന് ഭീഷ്മപിതാമഹൻ പറയുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുണ്ടായിട്ടും, വീരന്മാരായിരിക്കുന്ന മക്കളുണ്ടായിട്ടും, എത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന കുലത്തിൽ ജനിച്ചിട്ടും, എന്നിട്ടും അല്ലയോ കുന്തിദേവി, നീയും മക്കളും ഏതൊക്കെ തരത്തിലുള്ളതായ ദുഃഖങ്ങൾ അനുഭവിച്ചു. ആകാശത്തിലൂടെ കാറ്റിൻ്റെ ഗതിയിൽ മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ നിങ്ങളും വിധിവിഹിതമായി ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്നല്ലാതെ മറ്റെന്താണ് വിചാരിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഭീഷ്മര് ഭഗവാന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങുന്നു. ഒപ്പം യുധിഷ്ഠിരൻ ചോദിച്ചതായ ചോദ്യത്തിന് ഉത്തരമായി ക്ഷാത്രധർമ്മം, സ്ത്രീധർമ്മം, അതുപോലെ ഗൃഹസ്ഥാശ്രമാദികളാകുന്നതായ ധർമ്മങ്ങൾ ഇതൊക്കെ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നു. രാജാവ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയം ശോഭിക്കുന്നവൻ എന്ന തത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ധർമ്മോപദേശ സംഹിത ആരംഭിക്കുന്നത് തന്നെ. അതൊന്നും ഭാഗവതത്തിൽ വിഷയമല്ലാത്തത് കൊണ്ട്, കാരണം ആ ധർമ്മങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് എത്തിച്ചേരുന്നതായ ഒരു ഭാവമാണ് ഭാഗവതത്തിലെ ഈ ഉദാത്തമായിരിക്കുന്നതായ ഭഗവത് അനുഭവ ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുക എന്നതുകൊണ്ട് ഭീഷ്മരുടെ അടുത്ത വാക്കുകൾ ശ്ലോകരൂപേണ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചാണ്. യാതൊന്നിനെ ആശ്രയിച്ചാലാണോ എല്ലാ തരത്തിലുമുള്ളതായ വിഷയ ലോലുപമായിരിക്കുന്ന ദുഃഖങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ളതായ ആ ഭഗവാന്റെ പാദങ്ങളെ നിങ്ങൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ധർമാർത്ഥകാമമോക്ഷാംശ്ച സഖോപായാൻ യഥാമുനെ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിൽ ധർമ്മം പ്രവദതസ്തസ്യ സകാല പ്രത്യുപസ്ഥിത യോ യോഗിന ഛന്ദമൃത്യോർ വാഞ്ചിതസ്തുത്തരായണ. ഉത്തരായണ കാലം അത് ആയി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തൻ്റെ അരികത്തേക്ക് ഭഗവാൻ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കടന്നു വന്നു. സ്വച്ഛന്ത മൃത്യുവാണ് ഭീഷ്മര്. സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാനായിട്ട് സാധിക്കും. എപ്പോഴാണോ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പോഴേ മരിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയുള്ളതായ ഭീഷ്മപിതാമഹൻ യുദ്ധം കഴിഞ്ഞ് 58 ദിവസമായി. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് 10ാമത്തെ ദിവസത്തിലാണ് ഭീഷ്മര് ശരശയിൽ വീഴുന്നത്. ഈ 10ാമത്തെ ദിവസത്തിൽ ഭീഷ്മർ വീണതിന് ശേഷമാണ് ഈ 10 ദിവസത്തെ കാര്യങ്ങൾ പറയാനായി ഓടിച്ചെന്ന സഞ്ജയൻ ധൃതരാഷ്ട്രരോട് യുദ്ധത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ ആ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലുണ്ടായതായ ഭഗവത്ഗീതാരംഗം വർണ്ണിക്കുന്നത്. ഇങ്ങനെ മഹാഭാരതത്തിൽ എടുത്തു കഴിഞ്ഞാൽ യുദ്ധഭൂമിയിലെ ഈ രംഗങ്ങളൊക്കെ വളരെ മനോഹരമായ ധർമ്മോപദേശ ഭൂമികകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് അവസാനം ഹ്രദത്തിൽ ഒളിച്ചു കഴിഞ്ഞതായ ദുര്യോധനെ പിടിച്ച് കൊണ്ടുവന്ന് യുദ്ധത്തിന് പ്രേരിപ്പിച്ച് ഗദായുദ്ധത്തിൽ ദുര്യോധനെയും വധിച്ച് എല്ലാം കഴിഞ്ഞ് രാജ്യഭാരം ഏറ്റെടുക്കേണ്ട ഘട്ടത്തിൽ തളർന്നു പോയിരിക്കുന്ന യുധിഷ്ഠിരനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മരുടെ അരികത്തേക്ക് കൊണ്ടുവന്നത് യുധിഷ്ഠിരനെ വീണ്ടും രാജ്യഭാരം ഏറ്റെടുക്കാനുള്ളതായ ആ അനുഗ്രഹം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചത്. സത്യത്തിൽ അതൊരു ഉദ്ദേശം മാത്രമായിരുന്നു. ഭഗവാന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താ? തന്നെ ആശ്രയിച്ച തൻ്റെ ഭക്തനായിരിക്കുന്ന ആ തൻ്റെ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആയുധം കയ്യിലെടുത്ത് കുരുവംശത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ഭീഷ്മപിതാമഹനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നു ചേർന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭീഷ്മരുടെ സ്തുതി, കുന്തിദേവിയുടെ സ്തുതി. അവിടെ നാം കണ്ടത് ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഘട്ടങ്ങളിലൊക്കെ ഭഗവാൻ തങ്ങളെ രക്ഷിച്ചു. ഇനി ജീവിതത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ അനുഭവിച്ച ദുഃഖങ്ങളെക്കാൾ വലുതൊന്നും അനുഭവിക്കാനില്ല. അപ്പോൾ അതുകൊണ്ടല്ലയോ ഭഗവാനെ, അവിടുന്ന് ഇനി എനിക്ക് എന്ത് വേണം? ദുഃഖം അനുഭവിക്കാതിരിക്കത്തക്ക വിധമുള്ളതായ സ്നേഹപാശത്തെ പൊട്ടിച്ചു തരണേ എന്നാണ് കുന്തിദേവിയുടെ പ്രാർത്ഥനയെങ്കിൽ ഇവിടെ ഭീഷ്മർക്ക് ഇനി വല്ല ദുഃഖം അനുഭവിക്കാനുണ്ടോ? ഒന്നുമില്ല. ഇനി ദുഃഖം അനുഭവിക്കാനില്ല, സുഖം അനുഭവിക്കാനില്ല. മറ്റൊന്ന്, മരണത്തിൽ നിന്ന് രക്ഷിച്ചതായ ഭഗവാന്റെ അതിശയത്തെ കണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണെങ്കിൽ, ഉത്തരയുടെ ഗർഭത്തിലുള്ള ബീജത്തെ രക്ഷിച്ച ഭഗവാൻ, ആ ബ്രഹ്മാസ്ത്രത്താൽ ദഹിച്ചു പോകാൻ തുടങ്ങിയതായ പാണ്ഡവരെ ഉഗ്രമായിരിക്കുന്ന മൃത്യുവിൽ നിന്ന് രക്ഷിച്ച ഭഗവാൻ, ആ ഭഗവാനെയാണ് അവിടെ കുന്തിദേവി സ്തുതിച്ചതെങ്കിൽ ഇവിടെ ഭീഷ്മർ സ്തുതിക്കുന്നതോ ഇനി ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ഭഗവാനാണ്. ഇവിടെ കിടക്കുന്നത് എങ്ങനെയാ? ശരീരത്തിൽ ഇനി ശരം തുളയാൻ
ഒരു ഭാഗം പോലുമില്ല. ഇഷ്ടമുള്ളപ്പോൾ മരിച്ചാൽ മതി എന്നുള്ളതായ അച്ഛൻ്റെ വരം കിട്ടിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ളതായ തനിക്കിനി ജീവിതത്തിൽ ഈ ശരീരത്തിൽ ചേർന്ന് നിൽക്കാൻ ഒരാഗ്രഹവുമില്ല എന്നുള്ള ആ ഭാവത്തെ ഭഗവാന് മുമ്പിൽ സമർപ്പിക്കണം. അപ്പോൾ ഇവിടെ ഭഗവാനെ സ്തുതിക്കുന്നത് നിർഗുണമായിരിക്കുന്നതായ ഭാവത്തോടു കൂടിയാണ്. കുന്തിദേവിയുടെ സ്തുതി സഗുണമായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ച് നിർഗുണമായിരിക്കുന്നതായ ഭഗവത് തത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള വരമായിരുന്നുവെങ്കിൽ ഭീഷ്മരുടെ സ്തുതി നിർഗുണമായിരിക്കുന്നതായ ഭഗവാനെ അനുനിമിഷം കണ്ടുകൊണ്ടിരുന്നു ഭീഷ്മര്. എപ്പോഴൊക്കെ യുദ്ധം ചെയ്യുമ്പോഴും യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിൻ്റെ ഒരുക്കുകളൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഭീഷ്മരുടെ ഉള്ളിൽ ആ ഭഗവാൻ എങ്ങനെയുള്ളതായിരുന്നു? നിർഗുണമായിരിക്കുന്ന ബ്രഹ്മസ്വരൂപം തന്നെയായിരുന്നു, പരമപുരുഷൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ഭീഷ്മർക്ക് യാതൊരു തരത്തിലുള്ളതായ ഭഗവാനോടുള്ള വൈകാരികമായ പരിദേവനങ്ങളും ഉണ്ടായിരുന്നില്ല, യാതൊരു തരത്തിലുള്ളതായ പരാതികളും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് കുന്തിദേവിയോ ആദ്യം പറഞ്ഞതെന്താ? ആ വേദിയിൽ നാടകമാടുന്നതായ വേഷക്കാരനെ മാത്രമേ സാധാരണക്കാർ കാണുന്നുള്ളൂ. വേഷം കെട്ടി ആടുന്ന നടൻ്റെ പേരോ ആ നടൻ എവിടെ നിന്ന് വന്നുവെന്നോ ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് കുന്തിദേവി പറഞ്ഞത്. പക്ഷേ ഭീഷ്മർ അങ്ങനെയല്ല. വേഷം കെട്ടിയാടുന്ന വേഷം കെട്ടുന്നവനെയാണ് ഭീഷ്മർ ശ്രദ്ധിച്ചിരുന്നത്, വേഷത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെയുള്ളതായ ഭീഷ്മർ ഇപ്പോഴിതാ ആ വേഷത്തിലൂടെ വേഷം കെട്ടിയ ആ ബ്രഹ്മത്തെ തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്ന സ്തുതിയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, മഹത്തരമായിരിക്കുന്നതായ മൃത്യു, ആ മൃത്യുവിൽ നിന്ന് ഉണർത്തിയതായ ഭഗവാന്റെ മഹിമാതിശയത്തെ വാഴ്ത്തുമ്പോൾ ഇവിടെ ഭീഷ്മര് ആത്യന്തികമായിരിക്കുന്ന ശരീരത്തെ ഉപേക്ഷിക്കാനായിട്ട് സ്വയം തയ്യാറായി നിൽക്കുന്ന ഭീഷ്മര് ആ നിസ്സാരതയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ശരീരത്തിൽ ഇരുന്നിടത്തോളം ആ ഭഗവാൻ തനിക്ക് തന്ന അനുഗ്രഹങ്ങളെ ഒന്നൊന്നായി ഓർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മഹാഭാരതത്തിൽ ഭഗവാൻ ആദ്യമേ തന്നെ ഭീഷ്മർക്ക് ഈ യാതന, ശരം കൊണ്ടുള്ളതായ വേദന അത് അനുഭവിക്കാതിരിക്കാനുള്ള വരം കൊടുക്കുന്നുണ്ട്. ഭാഗവതത്തിൽ ഇനി അതൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം വേദനയ്ക്ക് പ്രസക്തിയില്ല ഭാഗവതത്തിൽ. അതുകൊണ്ട് ഇതിമതിരുപകൽപ്പിത വിതൃഷ്ണ ഭഗവതി സത്വത പുങ്കവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹ. ആദ്യമേ തന്നെ എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ ആ ഭാവം ഭീഷ്മരുടെ ഹൃദയത്തിലുള്ളത്? അതാണ് ഭീഷ്മര് നമുക്ക് സ്തുതിയിലൂടെ പറഞ്ഞു തരുന്നത്. ഈ മഹത്തരമായിരിക്കുന്നതായ പ്രപഞ്ചത്തിൽ യാതൊരു തരത്തിലും പരസുഖസ്വരൂപനായിരിക്കുന്നതായ ഭഗവാൻ, പ്രപഞ്ചത്തിലെ സുഖങ്ങളൊന്നുമല്ല, ഭഗവാന്റെ സുഖം എന്ന് പറഞ്ഞ് സ്വയം സുഖസ്വരൂപനാണ്. അങ്ങനെയൊക്കെയുള്ളതായ ആ ഭഗവാൻ, ആനന്ദസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ വന്നിരിക്കുന്നത് എന്തിനാ? കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വിഡംബനം, ലീലാഭാണ്ഡം, ക്രീഡാഭാണ്ഡം എന്നൊക്കെയാണ് ഭാഗവതം പലയിടത്തിലായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒക്കെ ഒരു വിഡംബനമാണ്. ഭഗവാൻ ഒരു കളിപ്പാട്ടത്തിൻ്റെ കെട്ടെടുത്ത് ഒരു കൊച്ചുകുട്ടി അഴിച്ചു വെച്ച് ഓരോ കളിപ്പാട്ടങ്ങളും നിരത്തി വെച്ച് കളിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിരത്തി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായ ആ ഭഗവാനിൽ യാതൊരു തരത്തിലും ഒന്നിനോടും ആശയില്ലാത്തതായ എൻ്റെ മനസ്സ്, അത് ആ ഭഗവാനിലേക്ക് ചേർന്ന് നിൽക്കണം. എങ്ങനെയുള്ള ഭഗവാനിലേക്ക്? സ്വയം ഈ ആനന്ദസ്വരൂപമായിരിക്കുന്നതായ ഭഗവാനിലേക്ക് ചേർന്ന് നിൽക്കണം. ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തുമേന വദ്യ. വിജയസഖാവിലാണ് എനിക്ക് രതി ഉണ്ടാവേണ്ടത്. അർജുനൻ്റെ സാരഥിയായിരിക്കുന്നതായ ഭഗവാനിലോട്. എങ്ങനെയുള്ള ഭഗവാൻ? 3 ലോകങ്ങളിലും വെച്ചും സുന്ദരമായിരിക്കുന്നതായ ആ ഭാവത്തോടു കൂടിയ ഭഗവാൻ, 1000 കോടി സൂര്യന്മാരുടെ പ്രകാശത്തോടു കൂടിയതായ ആ ധാരയൊഴുക്കുന്നതായ പീതാംബരം ധരിച്ചവനായിരിക്കുന്ന ഭഗവാൻ, അങ്ങനെയുള്ള മഞ്ഞപ്പെട്ട് ധരിച്ച ഭഗവാന്റെ ദിവ്യമായിരിക്കുന്നതായ സ്വരൂപം, തമാലവർണ്ണം, പച്ചിലമരത്തിൻ്റെ വർണ്ണത്തോടു കൂടിയതായ ഭഗവാൻ, അങ്ങനെയൊക്കെയുള്ള ഭഗവത് സ്വരൂപത്തെ ലീലയ്ക്ക് വേണ്ടി എടുത്ത വേഷത്തെയാണ് ഇവിടെ ഭീഷ്മര് തൻ്റെ ഹൃദയത്തിൽ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ? ഇപ്പോൾ ശരീരത്തിലെ പ്രാണൻ നിൽക്കാനായിട്ട് ശരീരത്തിൽ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ബോധം ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കണ്ണുകൾ ദൃഷ്ടിപഥത്തിൽ ഭഗവാനെ സ്വയം വിചാരം ചെയ്ത് കാണാനുള്ള ശക്തിയൊക്കെ ബുദ്ധിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വന്തം ബുദ്ധിക്കൊരു ശക്തിയുണ്ട്, ധാരണാശക്തി. സ്വയം ആ ശക്തി ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ സ്വയം തന്നെ ധരിക്കുവാനുള്ള ശക്തി തൻ്റെ ഭക്തൻ ഇല്ലാതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഭീഷ്മരും തൻ്റെ ഈ
സ്വയം ധരിക്കുവാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അനുഗ്രഹിക്കാൻ വന്ന ഭഗവാനെ ദൃഷ്ടിപഥത്തിൽ കണ്ടുകൊണ്ടാണ് സ്തുതിക്കുന്നത്. നേരിട്ട് കാണാൻ കഴിഞ്ഞുവല്ലോ, ആ കാണുന്ന ഭഗവാനെയാണ് സ്തുതിക്കുന്നത്, അല്ലാതെ സ്വയം ഉള്ളിൽ ധാരണ ചെയ്യുന്ന ഭഗവാനെയല്ല. യുധി തുരകരജോ വിധൂമ്ര വിശ്വക് കചലുളിതശ്രമവാര്യ അലങ്കൃതാസ്യേ മമ നിശിതശരൈർ വിഭിദ്യമാനത്വചി വിലസത് കവചേസ്തു കൃഷ്ണാത്മാ. അങ്ങനെയൊക്കെയുള്ളതായ ഭഗവാൻ എങ്ങനെ അർജുനൻ്റെ സഖാവായിരുന്ന് രഥമോടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ശരങ്ങളാൽ ആ പോർച്ചട്ടയൊക്കെ തുളച്ച് കയറി ആ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് രക്തം വമിക്കുന്നുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ്. അങ്ങനെയൊക്കെ എൻ്റെ ശരമൂർച്ചയാൽ അങ്ങയുടെ ശരീരം ഇങ്ങനെ ചിതറിയതായ രക്തത്തുള്ളികളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ടും കുതിരയുടെ കുളമ്പടി ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഉയർന്ന ആ പൊടിപടലങ്ങൾ നെറ്റിയിലെ വിയർപ്പ് തുള്ളികളിൽ പതിഞ്ഞ അളകങ്ങൾ അതിൽ പതിഞ്ഞു കിടക്കുന്നതായ ഭാവത്തോടു കൂടിയുള്ളതുമായ ആ ഭഗവാന്റെ ദിവ്യമായിരിക്കുന്നതായ രൂപം അത് എൻ്റെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കണേ. സപതി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോർബലയോ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷണ കൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. യുദ്ധം ചെയ്യാനായിട്ട് വന്നു ചേർന്നിരിക്കുന്നതായ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്ചുത എന്ന് പറഞ്ഞുകൊണ്ട് ആ അർജുനൻ പറഞ്ഞപ്പോൾ സ്വന്തം അർജുന രഥത്തെ ആ യുദ്ധ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. പൃതനാമുഖം ഈ സൈന്യത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നതായ എന്നെയും ദ്രോണാചാര്യയും കൃപാചാര്യയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തളർന്നു പോയ അർജുനൻ ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത്വക്ചൈവ പരിദഹ്യത എന്ന് പറഞ്ഞ് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, ഈ ബന്ധുക്കളെ കൊന്നുകൊണ്ട് എനിക്ക് നേടേണ്ടത് രാജ്യമാണെങ്കിൽ ആ രാജ്യം എനിക്ക് വേണ്ട, അതാണ് ക്ഷാത്രധർമ്മമെങ്കിൽ ഞാനിതാ സന്യാസധർമ്മം സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തളർന്നു വീണതായ അർജുനനെ അതാ ഒറ്റ നിമിഷം കൊണ്ട് ഈ അക്ഷ്ണ ഒന്ന് കണ്ണുകളെ കൊണ്ടൊരു നോട്ടം നോക്കിക്കൊണ്ട് ദാ ഇത് ഭീഷ്മര്, ഇത് കൃപാചാര്യര്, ദാ നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത് ദ്രോണാചാര്യര്, ഇത് ദുര്യോധനൻ, ഇത് ദുശാസനാദികൾ എന്ന് പറഞ്ഞ് ഭഗവാൻ കണ്ണുകൊണ്ട് അർജുനനെ ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കുകയാണ് എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഭഗവാൻ ചെയ്തത് എന്താ? തൻ്റെ ആ നോട്ടം കൊണ്ട് തന്നെ ശത്രുക്കളെ മുഴുവൻ വധിച്ചു കഴിഞ്ഞു. എന്നിട്ട് അർജുനനോട് പറഞ്ഞു, ഞാൻ ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞു, ഇനി നീ ചെയ്യേണ്ടത് എന്താ? കൊല്ലുക എന്നതായ ആ പ്രവൃത്തി ലോകത്തിന് കാണാവുന്ന വിധത്തിൽ നീ അങ്ങോട്ട് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. കൊല്ലലൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നാണ്. അങ്ങനെ ഈക്ഷണം കൊണ്ട് സംഹാരത്തെ ചെയ്തവനായ ഭഗവാൻ. ഈ ഈക്ഷണം എന്ന വാക്ക് വേദത്തിലുമുള്ളതാണ്. ഭഗവാൻ ഈക്ഷണം കൊണ്ടാണത്രേ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും. അത് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ 80-ാമത്തെ അധ്യായത്തിൽ കുചേലോപാഖ്യാന സമയത്ത് 81-ാമത്തെ അധ്യായത്തിൽ കുചേലനെ നോക്കി പ്രേംണാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സതാംഗതി എന്ന് പറയുന്ന ആ വാചകത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പ്രേമത്തോടുകൂടി ഒരു നോട്ടം നോക്കിയാൽ ആ നോട്ടം ചെല്ലുന്നിടം അപ്പോൾ തന്നെ പരമമായിരിക്കുന്ന ഗതിയെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള നോട്ടത്തോടുകൂടി ആ കുചേലനെ നോക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേമത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മോക്ഷമാണ്. ആ ഭാവം സംഹാരഭാവത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ സംഹാരമാണ്, അല്ലേ? സർഗപ്രക്രിയാഭാവത്തോടു കൂടി നോക്കിക്കഴിഞ്ഞാൽ അവിടെ സൃഷ്ടിയാണ്. അങ്ങനെയുള്ള നോട്ടത്തെയാണ് ഇവിടെ ഭീഷ്മര് മഹത്തരമായിരിക്കുന്നതായ ഭഗവാന്റെ ആ നിരീക്ഷണത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുകയാണ്. വ്യവഹിത പൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരദാത്മവിദ്യയാ യശ്ചരണരതി പരമസ്യ തസ്യമേസ്തു. ആത്മവിദ്യ കൊണ്ട് അർജുനനെ ഉണർത്തിയതായ ആ ഭഗവാന്റെ പാദങ്ങളിൽ എനിക്ക് എപ്പോഴും രതിയുണ്ടാവണേ എന്ന പ്രാർത്ഥന. ഇനിയോ, ഭഗവാൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഭീഷ്മരെ വധിക്കണമെന്ന് ആണയിട്ട് പറഞ്ഞിട്ടും തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് പിതാമഹനാണ്, മുത്തച്ഛനാണ് എന്ന ഭാവത്തോടുകൂടി യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്നതായ അർജുനനെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി തേർത്തട്ടിൽ നിന്നും ചാടി ഭൂമിയിലേക്ക് ഇറങ്ങി. ഭൂമിക്ക് താങ്ങാൻ കഴിയാതെ ഇളകി മറിഞ്ഞു. അങ്ങനെ ഭൂമിയിലേക്ക് ചാടിയിറങ്ങിയതായ ഭഗവാൻ സുദർശനം കയ്യിലെടുത്തു. ആ സുദർശനം കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ നേരെ പാഞ്ഞു വന്നു. അങ്ങനെ പാഞ്ഞു വന്ന സമയത്ത് യഥാർത്ഥത്തിൽ എല്ലാവരും വിചാരിച്ചത് എന്താ? അർജുനനെ ഒന്ന് പ്രചോദിപ്പിക്കണം, എന്നോട് യുദ്ധം ചെയ്യാൻ അർജുനനെ പ്രേരിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ആയുധമെടുത്തത് എന്നാണ്. ഞാനോ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ആയുധം എടുക്കില്ല എന്നായിരുന്നു ഭഗവാന്റെ പ്രതിജ്ഞ. ഞാൻ പ്രതിജ്ഞ എടുത്തത് എന്താ? ഭഗവാനെ കൊണ്ട് കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്നായിരുന്നു. അപ്പോൾ ഭഗവാൻ വിചാരിച്ചത് എന്താ? യഥാർത്ഥത്തിൽ എൻ്റെ ഭക്തൻ ഒരു പ്രതിജ്ഞ എടുത്തതല്ലേ, ആ പ്രതിജ്ഞ
വേണ്ടതുപോലെ ഭക്തന് പരിപാലിക്കാൻ സാധിക്കണം എന്ന ഭക്തൻ്റെ പ്രതിജ്ഞയെ നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ സുദർശന ചക്രവുമായി എൻ്റെ നേരെ പാഞ്ഞു വന്നതെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. ഭഗവാന്റെ ശ്രദ്ധ മുഴുവൻ അതാണല്ലോ. ഭക്തൻ്റെ വാക്ക് സത്യമാക്കണം, ഭൃത്യൻ്റെ വാക്ക് സത്യമാക്കണം. ഇങ്ങനെ ആഗ്രഹിച്ച് സുദർശനം കയ്യിലെടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ളതായ അല്ലയോ ഭഗവാനെ അവിടുത്തെ ആ മഹത്തരമായിരിക്കുന്ന ആ പാർത്ഥസാരഥി സ്വരൂപം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കണേ. കാരണം ഇപ്പോൾ ഞാൻ എന്താ, എൻ്റെ അവസ്ഥ എന്താ, ഒന്നിനോടും യാതൊരു തരത്തിലുമുള്ള ആസക്തിയുമില്ലാത്ത ആ മരണത്തെ ഞാനിതാ ആഗ്രഹിക്കുന്നു. ഈ നിമിഷം ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ മരിക്കാൻ ആഗ്രഹിക്കുന്നു? അങ്ങയെ കണ്ടുകൊണ്ട് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുന്നു. തമിമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധികതോസ്മി വിധൂതഭേദമോഹ. ഓരോ ജീവന്മാർക്കുള്ളിലും ഉദിച്ചുയർന്ന സൂര്യനെപ്പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന മഹാതേജസ്സായിരിക്കുന്ന അങ്ങയെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അങ്ങയിലേക്ക് തന്നെ ഞാനിതാ ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭീഷ്മപിതാമഹൻ തൻ്റെ സ്തുതി അവസാനിപ്പിക്കുകയാണ്. ആ സ്തുതിയുടെ അവസാനത്തെ ഒരു ശ്ലോകം അത് പല ഭാഗവത ഗ്രന്ഥങ്ങളിലും കാണാനില്ല, ചിലതിൽ മാത്രമേ ഉള്ളൂ. 12ാമത്തെ ശ്ലോകം. ക്ഷിതിഭരം അവരോപിതും കുരൂണാം ശ്വസനൈവാസൃജത് അക്ഷവംശവന്ധിം തമിമഹമന അനുവ്രതാർത്ഥികാഘ്രീം ഹൃദി പരിരഭ്യ ജിഹാമി മർത്യനീടം. ഈ യുദ്ധം എന്ന് പറയുന്നത് ചൂതുകളി മുതലായിരിക്കുന്നതായ ഭാവങ്ങളെ കൊണ്ട് ഒരു മുളങ്കാട്ടിനുള്ളിൽ എങ്ങനെയാണോ കാറ്റ് കടന്നു വന്ന് മുളകളെ തമ്മിൽ കൂട്ടി ഉരസിപ്പിച്ച് അഗ്നി ഉണ്ടാക്കിയിട്ട് ആ മുളകളെ അങ്ങനെ തന്നെ നശിപ്പിക്കുന്നത്, അതേപോലെ ദുര്യോധനാദികളാകുന്നതായ പാണ്ഡവരും ദുര്യോധനാദികളുമാകുന്നതായ ഈ വംശത്തെ മുഴുവൻ പരസ്പരം ഇങ്ങനെ കലഹിക്കാൻ കാരണമായിരിക്കുന്ന ശ്വാസമായി അങ്ങ് തന്നെയാണ് വർത്തിച്ചത്. അങ്ങനെയുള്ളതായ അങ്ങ് എന്നിട്ടോ ഭൂമിയുടെ ഭാരത്തെ മുഴുവൻ തീർത്തു. അങ്ങനെ ഭൂഭാരത്തെ തീർത്ത അല്ലയോ ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജിഹാമി മർത്യനീടം, ഞാനിതാ ഈ മനുഷ്യ ശരീരമാകുന്ന കൂട് അങ്ങയിലേക്ക് ദാ ഇവിടെ ലയിക്കുന്നതിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മരുടെ സ്തുതി അവിടെ അവസാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഭീഷ്മസ്തുതിയിൽ ഭഗവാനിലേക്ക് ചേർന്ന് നിൽക്കുന്നതായ ഭീഷ്മരുടെ ആത്മാവ്, ആ മനസ്സ് യാതൊന്നാണ് ആ സമയത്ത് കാണുന്നത്. പാർത്ഥസാരഥി ഭാവമാണ്. ഈ ഭാവത്തെ കാണുന്നതോടൊപ്പം സ്തുതിയിൽ ചില സന്ദേശങ്ങൾ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭീഷ്മരുടെ ഈ ശരശയ്യയ്ക്ക് കാരണം എന്താണ് എന്നുകൂടി അവിടെ വ്യക്തമാണ്. ഭഗവാന്റെ ഇംഗിതമനുസരിച്ചാണ് ഭീഷ്മ പിതാമഹൻ ദുര്യോധനാദികളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തത് എന്ന് മഹാഭാരതത്തിലെ സംവാദങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഷ്ടവസുക്കളിൽ മൂത്തയാളായ ദ്യോവാണ് ഭീഷ്മര്, ഗംഗാദേവിയുടെ പുത്രനാണ്. അങ്ങനെയുള്ള ഭീഷ്മപിതാമഹര് സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രാണനെ വേർപെട്ട് കഴിഞ്ഞ നിമിഷത്തിൽ ഭാഗവതത്തിലില്ലാത്ത മഹാഭാരതത്തിലെ രംഗം, ഗംഗാദേവി വന്ന് ഈ ഭീഷ്മരുടെ ദേഹവിയോഗത്തെ കണ്ട് കുപിതയായി ഗംഗ നിറഞ്ഞൊഴുകി ആ വംശത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള രൗദ്രഭാവത്തെ പൂണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഗംഗയോട് പറഞ്ഞു അത്രേ, അല്ലയോ ദേവി, ഇദ്ദേഹത്തെ വധിക്കാൻ ഇന്ദ്രാദികൾക്ക് പോലും സാധിക്കുകയില്ല. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണ്ടേ. മൃത്യു എന്ന് പറയുന്നത് അധർമ്മമല്ല, മൃത്യു ധർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൃത്യുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന ആ മനോഹരമായൊരു കഥ കൂടി മഹാഭാരതത്തിൽ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഭീഷ്മരുടെ ഈ സ്തുതിയിൽ നമ്മൾ കാണുന്നത് സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മര് ഇങ്ങനെ ഒരു ശരശയ്യയ്ക്ക് കാരണമായി തീർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇതിഹാസത്തിലെ മഹാഭക്തനായിരിക്കുന്ന ഭീഷ്മരെ ഇങ്ങനെയുള്ളതായ ഭഗവാനിലേക്ക് ചേർന്ന് അലിഞ്ഞു ചേരുവാനുള്ളതായ ആ മുക്തിഭാവത്തിലേക്ക് എത്തിക്കുവാനുള്ളതായ ഭഗവാന്റെ ലീലകളിൽ ഒരുപാട് രംഗങ്ങൾ ഇതിഹാസത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഭഗവാൻ സുദർശനം കയ്യിലെടുത്തപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു, പ്രതിജ്ഞ എന്ന് പറയുന്നത് അത് പാലിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ലംഘിക്കാൻ കൂടിയുള്ളതാണ് എന്ന്. പ്രതിജ്ഞ ലംഘിക്കേണ്ട സമയത്ത് ലംഘിക്കണം. ഭീഷ്മർ പ്രതിജ്ഞ ലംഘിക്കേണ്ട സമയത്ത് ലംഘിച്ചില്ല. കാരണം സ്വന്തം അച്ഛനായ ശന്തനുവിൻ്റെ ഒരു മോഹത്തിന് വേണ്ടിയാണ്, ആ മോഹത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഭീഷ്മപിതാമഹൻ ജീവിതകാലം മുഴുവൻ വിവാഹം കഴിക്കാതെ വർത്തിക്കും, രാജ്യാധികാരം ഏറ്റെടുക്കില്ല എന്ന പ്രതിജ്ഞയെടുത്തത്. പക്ഷേ രാജ്യം അന്യം നിന്നു പോകുന്ന ഒരവസ്ഥ എത്തിയപ്പോൾ അപ്പോഴെങ്കിലും ഭീഷ്മർക്ക് ആ പ്രതിജ്ഞയിൽ നിന്ന് വിരമിക്കാമായിരുന്നു. അത് വിരമിച്ചില്ല. ആ വിരമിക്കാത്തത് മൂലമാണ് യഥാർത്ഥത്തിൽ ഈ മഹാഭാരത യുദ്ധം പോലും ഉണ്ടായത്. അതുകൂടി ഭഗവാൻ സൂചിപ്പിച്ചു എന്ന് ഭീഷ്മർ തിരിച്ചറിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാം.
സുദർശനം കയ്യിലെടുത്തപ്പോൾ സ്വന്തം പ്രതിജ്ഞ ഭഗവാൻ പോലും ലംഘിച്ചു. ഒരാവശ്യം വന്നപ്പോൾ, ലോകത്തിൽ ധർമ്മം നിലനിർത്തേണ്ടി വന്നപ്പോൾ. അപ്പോൾ ലോകത്തിൽ ധർമ്മം നിലനിർത്തേണ്ടി വരുമ്പോൾ എൻ്റെ പ്രതിജ്ഞ എന്ന് പറഞ്ഞ് സ്വാർത്ഥമായി നാം എന്തിലെങ്കിലും പിടിച്ചു തൂങ്ങുന്നുണ്ടെങ്കിൽ അത് പിടിവാശിയാണ്, പ്രതിജ്ഞയല്ല. അത്തരം വാശികളൊന്നും നമുക്ക് വേണ്ടതില്ല. ഭക്തിക്ക് മുമ്പിൽ വാശിക്ക് സ്ഥാനമില്ല. ഭക്തി സ്വയം പരിണമിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർക്ക് ഹൃദയത്തിൽ സ്വയം തെളിഞ്ഞുകൊള്ളും. സ്വയം പരിണമിക്കലാണ് ഭക്തി. ഭഗവാനിലേക്ക്, ഭഗവത് രൂപഭാവങ്ങളിലേക്ക് മനസ്സിനെ പരിണമിക്കാൻ സ്വതന്ത്രമായി വിട്ടുകൊടുക്കലാണ് ഭക്തി. അതിനുള്ള ഉപാധികളാണ് കഥകളും മഹത്തരമായിരിക്കുന്നതായ അവതാരാദി കീർത്തനങ്ങളുമെല്ലാം. ഇങ്ങനെ ഭീഷ്മപിതാമഹൻ്റെയും കുന്തിദേവിയുടെയും സ്തുതിയിലൂടെ കുറച്ചു നേരം കടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ദർശനങ്ങളിലൂടെ കടന്നു പോകാനുള്ളതായ ത്രാണി ഉണ്ടോ എന്ന് സ്വയം അന്വേഷിക്കാതെ ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു സന്തോഷത്തെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ സന്തോഷത്തിന് ഗുരുപരമ്പരകളുടെ മുമ്പിൽ സാഷ്ടാംഗം ഞാനിതാ ശിരസ് നമിക്കുന്നു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി.